നമ്മൾ രാമായണത്തിൻ്റെ കുറച്ച് കാര്യം പറഞ്ഞുള്ളൂ. ഈ ആദ്യമേ വരുമ്പോൾ ഒരു പരിചയപ്പെടൽ വേണമല്ലോ. എന്നെ കുറച്ച് പേർക്ക് അറിയാം, കുറച്ച് പേര് എന്നെ അറിയത്തില്ല. ഇന്നലെ നമ്മൾ രാമായണത്തെ പറ്റി ഒരു മുഖവുര മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ആരാവണം? ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ ആരാവണം? നിങ്ങളോ? ഈ സ്ത്രീ ആണെങ്കിലും രണ്ടിൽ ഏതാണെന്ന് ഇന്നേ ശരിയാവും. അപ്പം ഈ സ്ത്രീയായിട്ടിരിക്കുകയാണ്. സ്ത്രീയായിട്ടിരുന്നപ്പോഴും മനസ്സ് മൊത്തം രാമനാണ്, നല്ലതാ. പക്ഷേ രാമനിൽ നിന്ന് സീതയാവണമെങ്കിൽ കുറച്ചും കൂടി ആവും. സീതയുടെ എല്ലാ സ്വഭാവവും ഇതിവിടെ വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് രാമൻ്റെ സ്വഭാവത്തിൽ നിന്നും മാറ്റിയില്ലേ. അപ്പോൾ ഞാൻ ഈ കുട്ടിയോട് എന്താ ചോദിച്ചാൽ, ഇന്നലെ രാമായണം കേട്ടപ്പോൾ ഇന്നത്തെ ഭാവം എന്തായി? രാമനിൽ നിന്ന് മാറിയിട്ടില്ല. സീതയിൽ ആവണമെങ്കിൽ രാഗദ്വേഷം കുറച്ചും കൂടി മാറും. ഇപ്പം സീതയാവണം സ്ത്രീകൾ. പുരുഷന്മാരാരാവണം? രാമന്. ലക്ഷ്മണനായാലോ കുഴപ്പമില്ലേ? ഈ ലക്ഷ്മണനും രാമനും തമ്മിലുള്ള വ്യത്യാസം. ഒരു വീട്ടിൽ ഒരു അമ്മയ്ക്ക് 3 മക്കളുണ്ടെന്ന് വയ്ക്കുക. ഈ അമ്മയുടെ ഒരു സ്വഭാവം നോക്കണം. 3 മക്കളുണ്ടെന്ന് സങ്കല്പിക്കുക. ഒരാൾക്ക് ഇഡ്ഡലി വേണമെന്ന് പറയും. അതേ ആൾക്ക് 3 പേരും അമ്മയ്ക്ക് 3 മക്കളും തുല്യാണ്. പെൺകുട്ടിയാണെങ്കിൽ പിന്നെ അതിൻ്റെ കാര്യം പിന്നെയും പറയാം. ആൺകുട്ടികൾ 2. ചേട്ടൻ പറഞ്ഞു, അമ്മേ നാളെ എനിക്ക് ഇഡ്ഡലി മതി. അപ്പം അനിയൻ പറയാം, ഈ ഇഡ്ഡലി എനിക്ക് അമ്മയ്ക്ക് എന്നും ഇഡ്ഡലി ഉണ്ടാക്കാനാ സമയം. നിനക്കെന്താ വേണം മോനെ? എനിക്ക് മസാല ദോശ വേണം. ഈ 2 പേരുടെ ആവശ്യം ആര് നിറവേറ്റി കൊടുക്കും? അപ്പോഴുണ്ട് പെങ്ങള്, എനിക്കതൊന്നും വേണ്ട, എനിക്ക് മുട്ട റോസ്റ്റ് മതി എന്ന് പറയും. അപ്പം ഈ 3 പേരുടെയും കാര്യം ആരാ സാധിച്ചു കൊടുക്കും? ഈ പെണ്ണിന് വേറെ സുഖമില്ല. മറ്റേ 2 പേർക്കും 2 എണ്ണം. പിന്നെ ഇതിന് പ്രത്യേകം നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മ 3 പേരുടെയും കാര്യം സാധിച്ചു കൊടുത്തു. 3 പേരും ഒരുപോലാണോ? 3 മക്കളും ഒരുപോലാണോ? രാമന് ഇഡ്ഡലി മതി, പിന്നെ ലക്ഷ്മണനാണോ? അയാൾക്ക് മസാല ദോശ മതി. അപ്പം 2 പേരുടെയും സ്വഭാവം വ്യത്യസ്തമായ സ്വഭാവം. ലക്ഷ്മണൻ എന്തറിയോ? എൻ്റെ സ്വഭാവം എന്തറിയോ? വളരെ ധീരനാണ്. ധീരനാണെങ്കിൽ കണ്ടാൽ അപ്പം പറയും. അച്ഛനായാലും അമ്മയായാലും കണ്ട കാര്യം ധർമ്മമാണെങ്കിൽ ആ ധർമ്മത്തോട് ചേരും. അധർമ്മമാണെങ്കിൽ സ്വന്തം നിലപാട് അത് വ്യക്തമായിട്ട് പറയും. അത് ചില സന്ദർഭങ്ങളിൽ അത് ശരിയാവില്ല. അതാര് പറഞ്ഞു കൊടുക്കുന്നു? രാമൻ പറഞ്ഞു കൊടുക്കുന്നു. അതായത് അനുജന് ഉണ്ടാവുന്ന പോരായ്മ ജ്യേഷ്ഠൻ ആ പോരായ്മ മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇങ്ങനൊരു അനുജനും ഒരു ജ്യേഷ്ഠനും ഒരു വീട്ടിലുണ്ടായാൽ ആ വീട് ധന്യമാണോ? അല്ലെന്ന് പറഞ്ഞു. അല്ലെന്ന് അതായത് അനുജൻ എന്തെങ്കിലും തകരാറ് സംഭവിച്ചോ തെറ്റ് സംഭവിച്ചാൽ ആ തെറ്റിനെ തെറ്റാക്കി മനസ്സിലാക്കി കൊടുത്തിട്ട് ആ തെറ്റിനെ ശരിയാക്കി കൊണ്ടുപോകുന്ന ഒരു ജ്യേഷ്ഠനാണ് രാമൻ. ആ അനുജന്റെ തെറ്റുകൾ എവിടെയുണ്ടോ ഇനി വരാൻ പോവുകയാണ്. ആ അനുജനുണ്ടാവുന്ന തെറ്റുകൾ ആ തെറ്റിൻ്റെ സന്ദർഭം അനുസരിച്ച് വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് ആ അനുജനെ ഏറ്റവും ടോപ്പാക്കി തീർക്കാൻ ശ്രമിക്കുന്ന ആ രാമനാവണം നമ്മൾ ഓരോരുത്തരും. സീതാദേവി അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ സീതാദേവിയുടെ ധർമ്മപത്നി പാപം ഒരിടത്തും തെറ്റിയില്ല. പക്ഷേ എന്ന് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളെ വിശ്വസിക്കരുത്. എന്താ ഞാൻ പറഞ്ഞു? പക്ഷേ സ്ത്രീകളെ വിശ്വസിക്കരുത്. എന്നെ തല്ലരുത്. ഇനി ഞാൻ പറയാൻ പോവാ. നിങ്ങളെ വിശ്വസിക്കരുതെന്ന് പറയുന്നത് മുഖം നോക്കിയിട്ടല്ല. അതൊന്നും അല്ല പറയേണ്ടത്. കേക്ക്, ഞാൻ പറയുന്നത് കേക്ക്. അത് നിങ്ങളുടെ സ്വഭാവം ലക്ഷ്മി ദേവിയായ കാടാമ്പുഴയമ്മയായ സീതാദേവിയിൽ കൂടി ഒരു മനുഷ്യ സ്ത്രീക്കുണ്ടാവുന്ന ബലഹീനത പറഞ്ഞു കാണിക്കുന്നു. ഈ ബലഹീനത നിങ്ങൾക്കുണ്ടാവരുത്. ഒന്ന്, നിങ്ങൾക്ക് ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് കേട്ടതാണ്. നിങ്ങളുടെ ബലഹീനത എനിക്ക് പറഞ്ഞു തരണം. നിങ്ങൾക്ക് ദുഃഖമില്ലാത്തവരാരെങ്കിലും ഉണ്ടോ? പറയൂ. ദുഃഖമുണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ വേണ്ടതുപോലെ പിടിച്ചു നിർത്തിയിട്ട് സംസാരിക്കണം. അല്പം വ്യത്യസ്ത സംസാരം ഉണ്ടായാൽ അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ അതിന് ഏറ്റവും ദോഷം ചെയ്യും. എന്താ ഞാൻ പറഞ്ഞത് മനസ്സിലായോ?
പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് പറയണം. ആ വാക്കുകൾ സ്ത്രീകളായ നിങ്ങൾ ശ്രദ്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു അധപ്പതനത്തിലേക്ക് മാറും. ഈ കഥ പറയുമ്പോൾ രാമായണത്തിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. മാന് എന്ന കഥാപാത്രത്തെ നോക്കിക്കൂ. മാനിനെ കണ്ട് മോഹിച്ചു സീതാദേവി. സീതാദേവിയുടെ ഭർത്താവാരാ? പറയും. സീതാദേവിയുടെ ഭർത്താവാരാണ് ശ്രീരാമചന്ദ്രസ്വാമി. അന്നത്തെ കാലത്ത് ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഭർത്താവാണ് ആര്? ഇന്നത്തെ കാലത്തോ? ഇന്നത്തെ കാലത്ത് വേണമെങ്കിൽ വന്നാട്ടെ, വേണമെങ്കിൽ വന്നിട്ട് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വീട്ടിൽ നാട്ടുകാർ പറയാതിരിക്കാൻ വേണ്ടി വന്ന് വീട്ടിൽ കൂടിയാൽ മതി. ഇതല്ലേ ഇന്ന് അനക്കൊണ്ട് നോക്കും. ഭർത്താവ് ഒരു വഴിക്ക് പോകും, ഭാര്യ വഴിക്ക് പോകും, വൈകുന്നേരം ആകുമ്പോൾ നാട്ടുകാർ പറയാതിരിക്കാൻ വേണ്ടി 6 മണിക്ക് രണ്ടുപേരും കൂടെ കൂടും. ഇതല്ലേ ഇന്ന്? ആണോ? ആണോ? പണ്ടങ്ങനല്ല. പണ്ട് ഭർത്താവിനെ ഈശ്വരനായിട്ട് കാണുന്ന ആളാണ് ദേവി. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഈശ്വരനല്ലേ? അനക്കൊണ്ടോ നോക്കും, ഒരനക്കം ഇല്ല ആരുടെ മുഖത്ത്. ആണ് ഭർത്താവ് ഈശ്വരനാണോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് എപ്പോഴായാലും ജീവിതം അവസാനിക്കുന്നതിന് ഇടയിൽ ഒരു വഴി വേണം കേട്ടാ. ആ വഴിയില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ 7 മണി കഴിഞ്ഞാൽ ജനലൊക്കെ തുറന്നിട്ടിട്ട് കാതൊക്കെ തുറന്നിട്ടിട്ട് ഇരിക്കും നിങ്ങൾ. ഭർത്താവ് ഉണ്ടായില്ലോ, ഒരു കുഴപ്പമില്ല. എന്താ കാര്യം? അത് നിങ്ങളുടെ സൃഷ്ടി എങ്ങനെയാ? നിങ്ങളുടെ സൃഷ്ടി എങ്ങനെ? കള്ളന്മാർ വരും, അല്ലെങ്കിൽ മറ്റുള്ളവർ ശല്യം ചെയ്യും, അതുകൊണ്ട് കഥകൊക്കെ അടച്ചിടും. ഇത് നിങ്ങളുടെ ജന്മം തന്നെ എങ്ങനെയാ? ശാരീരിക ശക്തി പുരുഷന്മാരെക്കാൾ കുറച്ചാണ് നിങ്ങളുടെ സൃഷ്ടി. ഇത് എന്തിനാണെന്നറിയാമോ? സന്താനോൽപാദനം വേണ്ടതുപോലെ നടത്താനാണ്. ഇതാണ് ശിവപുരാണത്തിൽ പറയുന്നത്. സ്ത്രീകൾക്ക് ശക്തി പുരുഷന്മാരെക്കാൾ കുറഞ്ഞു കൊടുക്കുന്നത് സന്താനോൽപത്തി വളരെ ശ്രേഷ്ഠമായിട്ട് നടത്താൻ വേണ്ടിയാണ്. അല്ലെ പുരുഷന്മാരെക്കാട്ടി ശക്തി നിങ്ങൾക്ക് കൂടുതൽ വന്നാലോ പറയും വേണ്ട. മാത്രമല്ല പുരുഷന്മാരുടെ ശരീരം കട്ടിപിടിച്ച ശരീരമാണ്, മൃദുലമാണ്, ബലരാമനെ പോലെയാണ്. നിങ്ങളുടെയോ പഞ്ഞി പോലിരിക്കും. ഇതെല്ലാം പ്രകൃതി സൃഷ്ടിയുടെ കാര്യമാണ്. ഒരിക്കലും പുരുഷന്മാരെക്കാൾ കവിഞ്ഞ് ശക്തി കൊണ്ട് സ്ത്രീകൾ ആവാൻ പാടില്ല. അതെന്തിനാണെന്നറിയാം? ഞാൻ ഒറ്റക്കറിവായ ഇത് ഏതിലാണ്? സ്വാമി തമാശ പറയല്ല. ശിവപുരാണം 24,000 അദ്ദേഹത്തിന് അറിയാം. എൻ്റെ എത്രയോ ശിവപുരാണം കേട്ട ആളാ, എൻ്റെ എത്രയോ ഗണേശപുരാണം കേട്ട ആളാ, ദേവീഭാഗം എത്ര കേട്ടു. അദ്ദേഹം എവിടെയുണ്ടോ ഞാൻ എത്രയോ സ്ഥലത്ത് എൻ്റെ യജ്ഞം നടത്തുമ്പോൾ ഒക്കെ വന്ന് കേൾക്കുന്ന മഹാത്മാവാണ് പുറകിലിരിക്കുന്ന ആൾ. മനസ്സിലായോ? അത് അതായത് മലപ്പുറം ജില്ലയിൽ പല സ്ഥലങ്ങളിലും പോയപ്പോൾ അവിടെയുണ്ട്. കാരണം ആത്മീയമായിട്ടൊരു പ്രചോദനം അത് കേൾക്കണം, അല്ലെങ്കിൽ ദേവിയെപ്പറ്റി കേൾക്കണം, അറിയണം എന്നുള്ള ആഗ്രഹമുള്ള ഭക്തന്മാർ എത്രയോ ധാരാളമുണ്ട്. കാരണം എന്നുവെച്ചാൽ മാനിനെ കണ്ടെനിക്ക് മാനിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഭർത്താവിനോട് പറയാൻ പറ്റും, അയൽക്കാരോട് പറയാൻ പറ്റില്ല. രാമനോട് പറഞ്ഞപ്പോൾ രാമൻ മാനിനെ പിടിക്കാൻ പോയി. ഈ സമയത്ത് കപടവേഷധാരിയായിട്ടുള്ള രാവണൻ വേഷം കെട്ടിയിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ മാനിനെ പിടിക്കാൻ പോയപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി ലക്ഷ്മണോട് പറഞ്ഞോട്ട് ഇവിടെ കാടാണ്, കാട്ടാളന്മാരുടെ ശല്യം, ദുഷ്ടമൃഗങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടാവും, സീതാദേവിയെ നോക്കിക്കോണമെന്ന് പറഞ്ഞു. കേൾക്കണത് രാമൻ അനുജനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പോയപ്പോഴുണ്ട് കപട വേഷധാരിയായിട്ടുള്ള മരീചനും മറ്റുള്ള ആൾക്കാരൊക്കെ കൂടെ ഈ രാമനെ ഇല്ലാതാക്കാൻ വേണ്ടി രാമന്റെ ശബ്ദത്തിൽ ലക്ഷ്മണ എന്ന് വിളിപ്പിച്ചു. അപ്പോൾ ഇതാര് കേട്ടു? സീത കേട്ടെങ്കിൽ ആരുടെ ശബ്ദമാണ്? ആ രാമൻ ആരാ? സീതാദേവിയുടെ ഭർത്താവിന് അപകടം പറ്റിയാൽ സഹിക്കുമോ? ഇപ്പോഴത്തെ കാര്യമല്ല കേട്ടോ, ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയുന്നില്ല. എത്ര വേണമെങ്കിലും അപകടം പറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഇല്ലെന്നൊക്കെ കേട്ടാൽ മതി, അടുത്ത ആളിനെ തിരഞ്ഞെടുക്കാമല്ലോ. ഇത് പണ്ടതല്ല. ഭർത്താവ് മരണപ്പെട്ടാൽ ആ ചിതയിൽ കൂടി എടുത്ത് മരിക്കാനുള്ള ആ ഒരു ചിന്തയാണ് ഭാര്യയ്ക്ക്. ലക്ഷ്മണ രാമേട്ടൻ എന്തോ സംഭവിച്ചിരിക്കുന്നു, നീ ചെല്ലേ. രാമന്റെ എല്ലാ ചരിത്രങ്ങളും അറിയാവുന്ന ലക്ഷ്മണൻ ആ സമയത്ത് സീതാദേവിയോട് പറഞ്ഞ വാക്കെന്താ പറയുക?
അമ്മ സമാധാനിക്ക്. എൻ്റെ ജ്യേഷ്ഠനെ ഈ ലോകത്ത് ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അമ്മയൊന്ന് സമാധാനിക്കെന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ സ്വഭാവം കാണിച്ചു. എന്ത് കാണിച്ചു? എന്ത് കാണിച്ചു? അതുവരെ സ്നേഹത്തോട് പെരുമാറിയുന്ന ഭർത്താവിനെ ഭർത്താവ് മരിച്ചാൽ ആ ശവത്തില് ശരീരം ഉപേക്ഷിക്കുന്ന സീത ഭർത്താവിനോട് അമിതമായ സ്നേഹം ഉണ്ടായതുകൊണ്ട്, ലക്ഷ്മണ, നിന്റെ മനസ്സിലുള്ള കാര്യം എനിക്ക് മനസ്സിലായടാ. നിന്റെ ജ്യേഷ്ഠന്റെ മരണം നീ കാത്തു കിടക്കുന്നു. എന്തിനാന്നും അറിയാമടാ. നിനക്ക് ജ്യേഷ്ഠൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ ഭാര്യയാക്കി തീർക്കാനാ. ഇത് ഒരിക്കലും സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്ന ഈ സീതാദേവിയിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ സ്വന്തം അമ്മ പറഞ്ഞ വാക്ക് മകൻ അവിടെ നിറവേറ്റുകയാണ്. നീ വനത്തിൽ പോകുമ്പോൾ എന്നെ എങ്ങനെയാണോ നീ സ്നേഹിക്കുന്നത്, അതേപോലെ വേണം നിന്റെ ചേട്ടത്തിയമ്മയെ നീ സ്നേഹിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ, ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരെങ്കിലും ആണെങ്കിൽ സീതയുടെ 2 ചള്ളക്ക് വരിക്കും. മനസ്സിലായോ? ഇങ്ങനെ വേണം രാമായണം പഠിക്കാൻ, അല്ലാതെ കഥയല്ല വേണ്ടുന്നത്. ആ കഥയ്ക്കുള്ളിലുള്ള ആ തത്വത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 ചള്ളക്ക് പഠിക്കും. പക്ഷെ അടിക്കാൻ എന്താ? ലക്ഷ്മണന് കഴിവില്ലാത്തതുകൊണ്ടല്ല. അപ്പോഴാണ് പറയുന്നത്, ചുരുക്കം പറഞ്ഞാൽ ശകാരം കേട്ട് കേട്ട് ചെവി പൊത്തി എന്നും പറഞ്ഞുകൊണ്ട് ഒറ്റ അക്ഷരം പറഞ്ഞില്ല. അല്പം പോലും സമാധാനിക്കാൻ പറ്റിയില്ല. ഇനി എനിക്ക് ഈ ചേട്ടനെ കുറ്റം പറയുന്നത്, അച്ഛനെ കുറ്റം പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട്, നീ എന്തോ ആയിക്കോട്ടെ, സഹിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ചള്ളക്ക് അടിക്കേണ്ടി വരും, പക്ഷേ എൻ്റെ ധർമ്മം അവിടെ അവസാനിക്കും, ഞാൻ ആ വാക്ക് കേൾക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ലക്ഷ്മണൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ രാമൻ അവിടുന്ന് വന്നപ്പോൾ ആദ്യം ചോദിച്ചത്, നിന്നെ ഞാൻ ഏൽപ്പിച്ച ധർമ്മം നീ നിഷേധിച്ചോ? സീതയുടെ ഉത്തരവാദിത്തം നിന്നെയല്ലേ ഏൽപ്പിച്ചത്? അപ്പോഴവൻ ചേട്ടത്തിയമ്മ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, അത് കേൾക്കാൻ വയ്യാത്തത് കൊണ്ട്, അതിനുള്ള സഹനശക്തി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ പറഞ്ഞ വാക്ക് പറയൂ. ശ്രീരാമൻ പറഞ്ഞ വാക്ക് പറയൂ. മനസ്സ്, സ്ത്രീകളുടെ മനസ്സ് ചഞ്ചലമായ മനസ്സാണ്, കുരങ്ങന്മാരെ പോലെ മനസ്സാണ്. സ്ഥിരമായിട്ട് അവരുടെ മനസ്സിരിക്കില്ല. നീ അത് ശ്രദ്ധിച്ചു വേണം പെരുമാറാൻ. എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. ചഞ്ചലമായ മനസ്സിനോടൊപ്പം നമ്മൾ നിന്നു കഴിഞ്ഞാൽ നമ്മളും ആരായിത്തീരും? നമ്മളും ബോധമില്ലാത്തവരായിത്തീരും. ബോധമില്ലാതെ ഒരാൾ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ അതിന് മറുപടി പറഞ്ഞാൽ നമ്മൾ ആരായിത്തീരും? തലയ്ക്ക് സുഖമില്ലാത്ത ഒരാളോട് അതേ ഭാവത്തിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ സുഖമില്ലാത്തവരായിത്തീരും. അതുകൊണ്ട് ലക്ഷ്മണനൊന്നും പറഞ്ഞില്ല. അപ്പോഴാണ് പറയുന്നത്, സ്ത്രീകളുടെ മനസ്സ് കുരങ്ങിനെ പോലെയാണ്. അവരുടെ സന്ദർഭം അനുസരിച്ച് അവർ പറയും, അത് നീ വിശ്വസിക്കരുത്. എന്നിട്ട് ഈ സീത ഈ പറഞ്ഞ വാക്ക് പിന്നീട് സീതയ്ക്ക് ഓർമ്മ വന്നത് എവിടെ അറിയോ? ശിംശുവവൃക്ഷ ചുവട്ടിൽ ഇരുന്നു കൊണ്ട് ആ കാട്ടാള സ്ത്രീയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് അപ്പോൾ ചിന്തിച്ചു, ഞാൻ ഒരു തെറ്റും ചെയ്യാത്ത ലക്ഷ്മണൻ എന്ന് പറയുന്ന ഭാഗവതോത്തമനെ ഞാൻ വഷളാക്കിയതിനെയും ദുഃഖിപ്പിച്ചതിൻ്റെയും ഫലമാണ് എനിക്ക് ഈ രാക്ഷസ്ത്രീയുടെ അടുത്തിരുന്നു കൊണ്ട് ദുഃഖിക്കേണ്ടതായിട്ട് വന്നതെന്ന് ബോധം വന്നത് എപ്പോഴാ? പറയൂ. അപ്പൊ നമ്മൾ പ്രയാസങ്ങള്, മനോവിഷമങ്ങള് ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ വാക്കുകൾ പറയുമ്പോൾ അവൻ കൂടുമാത്രം ചെയ്തു. നിങ്ങൾ പറഞ്ഞ ഇങ്ങനെ, നിങ്ങളുടെ വീട്ടിലെ ഒരു കാലെ മുള്ളു കൊണ്ടാൽ അപ്പുറത്തുള്ളവരാണ് നിങ്ങളുടെ ദേഷ്യം, അവർ കൂടുമാത്രം ചെയ്തിട്ടാണ് ഇങ്ങനെയാണ്. അതിനെ എവിടെ പോകും? ഓരോ ജ്യോത്സ്യന്മാരുടെ അരിക്കി ചെന്നിട്ട് അവനെ കൊല്ലാനുള്ള മാർഗം, ഇവനെ കൊല്ലാനുള്ള മാർഗം കൂടുപാത്രം. അതൊക്കെ ഓരോരുത്തരെ കൊല്ലാനുള്ള മാർഗങ്ങളാണ്. ഇതൊന്നും ഭക്തന്മാർ ചെയ്യരുത്. കേൾക്കണം. നമ്മൾ മനസ്സുകൊണ്ട് ഏകാഗ്രമാക്കിക്കൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറയാതെ വിഷമം വരും. കൂടുപാത്രം കേട്ടിട്ടില്ലേ? കൂടുപാത്രം എന്തോ കുന്താട്ടെ. എന്തായാലും നിങ്ങൾക്ക് ദുഃഖം വരുമ്പോൾ നിങ്ങൾ അയൽവക്കക്കാരെയും കുറ്റം പറയും, നിങ്ങളോട് ദേഷ്യമുള്ളവരെയും കുറ്റം പറയും. അവരെന്തോ ചെയ്തു വെച്ചിരിക്കുക. എന്ത് ചെയ്തു വെക്കുന്നത്? മത്തങ്ങായ എന്തോ ചെയ്തു. ഇതൊക്കെ അനാവശ്യമായി. നമ്മളെ ഒരാളെ നിങ്ങൾ ഇപ്പോഴും വിചാരിക്കും, നിങ്ങൾ ആത്മീയമായിട്ട് ഉയർന്ന ഒരാളാണെങ്കിൽ ഈ വേണ്ടാത്ത ജ്യോതിഷന്മാർ പറയുന്നത് കേൾക്കരുത്. അതിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനേ സമയമുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ശരീരം നിന്നാ കാടാമ്പുഴ അമ്മ വിചാരിച്ചാൽ നടക്കാത്തായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ദുഃഖം ഉണ്ടായാലോ
അത് കാടാമ്പുഴ അമ്മയുടെ അടുത്തങ്ങ് സമർപ്പിക്കുക. പിന്നെ നിങ്ങൾ വേറെ ഒരു കുന്തത്തിന് പോണ്ട. അമ്മ നിശ്ചയിക്കുന്നത് അതിനൊരു ധൈര്യം വേണം. അപ്പം പറയും അതെയോ കാടാമ്പുഴയെക്കാട്ടി വലിയ ഒരു ക്ഷേത്രമാണ് ആ കണ്ണൂരെ മുത്തപ്പൻ്റെ അവിടെ. പിന്നെ എല്ലാം കൂടെ മുത്തപ്പൻ്റെ അവിടെ നമുക്ക് സമാനമില്ല. മുത്തപ്പൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടെ പറയുമ്പോൾ അത് ചുരുക്കം പറഞ്ഞാൽ ഈ കേരളത്തിലുള്ള സകല ക്ഷേത്രങ്ങളും നമ്മൾ നടക്കുകയാണ്. എന്തിന്? ശാന്തി കിട്ടാൻ. സ്വന്തം തട്ടകത്തിലെ ദേവീദേവന്മാരെ പോലെ നമ്മളെ സഹായിക്കാൻ ഒരു ദേവന്മാരും ഇല്ല കേട്ടോ. ഒരു കാര്യം പറയട്ടെ, ഞാൻ തുറന്നു പറയാൻ പോവാ. നിങ്ങൾ ഏത് തട്ടകത്തിൽ ജനിച്ചോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ തട്ടകത്തിലെ ആളാ. മനസ്സിലാക്കാം. അപ്പൊ നിങ്ങളുടെ സംരക്ഷക ആരാ? കാടാമ്പുഴ അമ്മയാ. ഈ കാടാമ്പുഴ അമ്മയുടെ അരിക്കലൊരു വിളക്ക് എത്തിക്കാൻ പൈസ കൊടുക്കാതെ നിങ്ങൾ ഗുരുവായൂർ കൊണ്ടുപോയി കോടിക്കണക്കിന് കൊടുത്താൽ ഒരു പ്രയോജനമില്ല. സ്വന്തം പെറ്റമ്മയ്ക്ക് ആഹാരം കൊടുക്കാത്ത മക്കളാണ്. സ്വന്തം പെറ്റമ്മയായ കാടാമ്പുഴ അമ്മയ്ക്ക് ഒരു വിളക്ക് പോലും കത്തിക്കാതെ ഗുരുവായൂരിലോ അമ്പലപ്പുഴയിലോ അവിടെ കൊണ്ടു കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ ധനത്തിന്റെ 3/4 ഭാഗം തട്ടകത്തിലെ ദേവിക്ക് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഗുരുവായൂർ അവിടെയൊക്കെ പോകണം. വേണ്ടാതല്ല പറഞ്ഞേ. ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് നിങ്ങളുടെ അമ്മയ്ക്കാണ്, നിങ്ങളുടെ അച്ഛനാണ്. നമ്മുടെ തട്ടകത്തിലെ അച്ഛനും അമ്മയാണ് നമ്മുടെ അച്ഛനും അമ്മയും അല്ലേ? ആ അമ്മയുടെ ഉയർച്ചയായിരിക്കും നിങ്ങളുടെ ഭവനങ്ങളുടെ ഉയർച്ച. വേണ്ടാന്ന് ഒരിക്കലും പറയുന്നില്ല. ഗുരുവായൂർ കൊടുക്കണ്ട. നിങ്ങൾ ഇനി പറയട്ടെ എത്ര കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഓടരുത്. എത്ര രൂപ ബാങ്കിൽ പൈസ ഉണ്ട് ബാലൻസ്? എന്നോട് പറയണ്ട. മകളിപ്പോൾ പൈസ തന്നിട്ടുണ്ടെന്ന് എന്തോട്ടെ. എത്ര ഉണ്ട് ബാങ്കിൽ ബാലൻസ്? ഒന്നുമില്ല. കള്ളത്തരം പറയരുത് അമ്മയുടെ മുമ്പിലാ. പോട്ടെ, ഞാനൊന്നും ഇനി പറയുന്നില്ല കേട്ടോ. 1 ലക്ഷം രൂപ ബാങ്കിലുണ്ടെന്ന് വയ്ക്കുക. നിങ്ങൾ കാടാമ്പുഴ അമ്മയ്ക്ക് കൊടുക്കേണ്ടത് അധ്യാപികയായിട്ട് പെൻഷൻ പറ്റിയ പൈസയാണെന്ന് വയ്ക്കുക. നിങ്ങൾ 15 രൂപ കൊടുക്കണം. 100 രൂപയ്ക്ക് 15 രൂപ കാടാമ്പുഴ അമ്മയ്ക്ക് കൊടുക്കാനുള്ളതാ. ഇനി പറയട്ടെ, 10 രൂപ കാടാമ്പുഴ അമ്മയ്ക്കും ബാക്കി 5 രൂപ നിങ്ങൾക്ക് തീർത്ഥാടനത്തിനോ അവിടെയോ എവിടെയോ ഗുരുവായൂരോ മറ്റിടത്തൊക്കെ പോവാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്ക് കൊടുത്തു? അമ്മയ്ക്ക്. അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ഹാർട്ട് അറ്റാക്ക് വരത്തുമില്ല, ലൂസ് മോഷൻ വരത്തുമില്ല. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഇനി എത്ര കൊടുക്കണം? ബാങ്കിൽ എന്നെ പരിചയപ്പെടുത്തണ്ട സ്വാമി, ഇനി ബാങ്ക് കുത്തി തുറന്ന് എടുത്തിട്ട് പോകുന്നു വേണ്ട. ഇനി കൃഷിക്കാരാണെങ്കിൽ ഇതെവിടാ പറയുന്നത് വെച്ചാൽ ശിവപുരാണത്തിൽ മഹത്വം എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 36 അധ്യായങ്ങളാണ്. അതിനകത്ത് ജലം ദാനം ചെയ്യുന്നത്, വീട് ദാനം ചെയ്യുന്നത്, ചെരുപ്പ് ദാനം ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. അതിനകത്ത് ദേവന് കൊടുക്കേണ്ട സംഖ്യയെപ്പറ്റി പറയുന്നുണ്ട്. ഇനി കൃഷിയിൽ നിന്നുണ്ടായതാണെങ്കിൽ 10 രൂപയാണ് കൊടുക്കേണ്ടത്. കൃഷിയിൽ നിന്ന് എന്ത് വിളവുണ്ടായാലും ആ വിളവിൻ്റെ ഒരു ഭാഗം അവിടെ കൊടുക്കണം. തട്ടകത്തിലെ ദേവീദേവന്മാർക്ക് കൊടുക്കണം. ഇനി കൊടുക്കുന്നതിന് നിയമമുണ്ട് കേട്ടോ. മനസ്സിലാക്കുക. ആടിനെ കൊടുക്കാമെന്ന് പറഞ്ഞു വയ്ക്കുക. സങ്കല്പിക്കുക, ആട് പ്രസവിച്ച അതിൻ്റെ ഒരു കുട്ടിയെ കൊടുക്കാമെന്ന് പറഞ്ഞു വയ്ക്കുക. കൊടുക്കുന്നത് തടിച്ച കൊഴുത്ത കുത്തിയെ കൊടുക്കണം. അല്ലാതെ ഒരു 2-3 മാസം കഴിയുമ്പോൾ അതിലൊരു കുട്ടിയെ വയറ്റിളക്കം പിടിച്ചൊരു കുട്ടിയുണ്ട്, എല്ലും തോലും ആയിട്ടിരിക്കുക, ഇത് ഞാൻ കൊടുത്തേക്കാം. ആർക്ക്? അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ നല്ലതേ കൊടുക്കാവൂ. അല്ലാതെ പേടി പിടിച്ചതൊന്നും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളും പേടായിത്തീരും. അപ്പോൾ കൊടുക്കുന്നത് നല്ലത് കൊടുക്കണം, ശുദ്ധമായി കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുന്നവരുടെ പ്രത്യേകം കനിവുണ്ടാവും. ഇങ്ങനെ വേണം നമ്മൾ ചെയ്യാം. ഇനി നമുക്ക് രാമായണത്തിലേക്ക് കിടക്കാം. മനസ്സിലായല്ലോ? ഇതുവരെയും രാമായണം പറഞ്ഞില്ല, ജനറൽ ആയിട്ടുള്ള കാര്യമുള്ളൂ. രാവണൻ്റെ അപ്പം നിങ്ങൾ ഈ ഇരിക്കുന്നതിൽ രാവണന്മാരുണ്ട് കേട്ടോ. രാവണന്മാർ ഉണ്ടോ? ഈ കുട്ടി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയ്യോ ഞങ്ങൾ രാവണനോ? അതെ, ഞങ്ങൾ രാവണനോ? രാവണനാവാതെ ഒരിക്കലും രാമനാവാൻ പറ്റില്ല. ഇനി രാവണൻ ആണോന്ന് ഇപ്പം ചോദിക്കുക. രാവണനല്ലാത്ത രാമ സ്വഭാവമാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലായാലും ധനം തന്നു. നിങ്ങളുടെ ധനം കഴിഞ്ഞിട്ട് ബാക്കി ധനം ആർക്കെങ്കിലും ധനമില്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു കൈവൊക്കെ അവരാണ് രാമൻ. നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ധനം ഇല്ലാത്തവർക്ക് കൊടുക്കാനാണ് നിങ്ങൾക്ക് ധനം തന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ സമ്പാദിച്ച് വെച്ച് 3 നില 4 നില കെട്ടിടം വെക്കാനല്ല. നിങ്ങളുടെ ധനം നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ധനമില്ലാത്തവർക്ക് കൊടുക്കാനാ. അങ്ങനെ ചെയ്യുന്നവരാരാ? നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ എല്ലാം ഒന്നും കൊടുത്തിട്ടില്ല. എനിക്കറിഞ്ഞൂടെ കൊടുത്തിട്ടില്ലെന്ന്.
പുള്ളു കൊടുക്കും. അയ്യോ അയ്യോ, ഇനി ഞാൻ സ്വാമി ഇത് പറഞ്ഞിട്ട് നാളെ രാവിലെ ആ വസ്തുവും ആ പിന്നെ പുരയുടെ ഒക്കെ വിറ്റിട്ട് കാടാമ്പുഴ കൊടുക്കരുതേ. കാടാമ്പുഴ ദേവിക്ക് കൊടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തിന് മൊത്തം വെച്ചിട്ട്, നിങ്ങളുടെ മക്കൾക്കും വെച്ചിട്ട് ബാക്കിയുള്ളതാണ് കൊടുക്കേണ്ടത്. അല്ലാതെ എല്ലാം വിറ്റിട്ട് കാടാമ്പുഴ അമ്മയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ തരുമെന്ന് പറഞ്ഞുകൊണ്ട് ആരും ഇരിക്കണ്ടട്ടാ. അമ്മയ്ക്ക് നിങ്ങളെ ആരും ഇഷ്ടമല്ല. ഇനി പറയട്ടെ, അമ്മയ്ക്ക് ഞാൻ പറഞ്ഞു തരാമെന്നേ, അമ്മയ്ക്ക് കർമ്മം ചെയ്യുന്നവരെയാണ് ഇഷ്ടം. അത് കേൾക്കുന്ന ഞാനതല്ല, കർമ്മം ചെയ്യുന്നവരെയാണ് ഇഷ്ടം. രണ്ട് കൈ ചെയ്യുന്നതിനാണ് കർമ്മം ചെയ്യുന്നത്. ഈ കർമ്മം ചെയ്യാനുള്ള ശക്തി രോഗമില്ലാത്ത അവസ്ഥ തന്നാൽ ഇവിടെ കുത്തിയിരുന്ന് നാരായണ നാരായണ ജപിച്ചു കഴിഞ്ഞാൽ അമ്മ തരൂ. അപ്പം നിങ്ങൾ അടുക്കള പണിയിൽ ചെയ്യുന്നതാണെങ്കിൽ ഈ അടുക്കള പണിയിൽ ചെയ്യുന്ന ആ ചോറ് വെപ്പും അമ്മയ്ക്കുള്ളതാണ്. ആ ചോറാക്കി തരുന്നു. അപ്പം അമ്മ നാരായണ പറഞ്ഞ് ചോറ് വെച്ചു. അത് ആർക്ക് വേണ്ടിയാ? അമ്മയ്ക്ക് വേണ്ടിയാണ്. അപ്പം ഈ നിങ്ങൾ ചെയ്യുന്ന കർമ്മം ചെയ്യുന്നതെല്ലാം ആർക്കാ? അമ്മയ്ക്ക് വേണ്ടി. അപ്പം ഇങ്ങനെ കർമ്മം ചെയ്യുന്ന ഒരാളെയാണ് ആർക്കാവശ്യം? ഇനി വെറുതെ ഇരിക്കരുത്. ഇനി വെറുതെ ഇരിക്കുന്നതിനെ പറ്റി ഞാൻ പറയാം. കണ്ണ് കാണാൻ വയ്യ, കാല് നടക്കാൻ വയ്യ, അങ്ങനെയുള്ളവരെന്ത് ചെയ്യും? ഇരുന്നേ പറ്റൂ. അവർക്ക് വേണം ദാനം ചെയ്യാൻ. അല്ലാതെ കണ്ണും കാലും ഒക്കെ കണ്ട് അന്നാ പൈസ എന്താന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കാനാ? കൊടുക്കരുത്. ദാനം കൊടുക്കേണ്ടതിന് നിയമമുണ്ട്. ദാനം അറിഞ്ഞു കൊടുക്കണം. അപ്പോൾ രാവണൻ ആണോ നിങ്ങൾ? അതോ രാമനാണോ നിങ്ങൾ? രാവണനാവാതെ രാമനാവാനേ പറ്റില്ല. രാവണനാവാതെ രാമനാവാനേ പറ്റില്ല. ഒന്ന്, രാവണനാവണമെങ്കിൽ ധനം കൂടുതലുണ്ടാവും, ആൾക്കാർ കൂടുതലുണ്ടാവും. എന്ത് പ്രശ്നം വന്നാലും നിങ്ങൾക്ക് സഹായിക്കാൻ ആളുണ്ടാവും. ഈ ആളുണ്ടാവുന്നത് നിങ്ങളുടെ ധനം ഉണ്ടായതുകൊണ്ട്. അപ്പോൾ ആളുണ്ടോ? ധനം ഉണ്ടെങ്കിൽ ആളുണ്ടോ? ഉണ്ട്. എത്ര പേര് വേണമെങ്കിലും ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ പറയാ, ഈ പ്രഭാഷണം കേൾക്കുന്നവർക്കൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഓരോ ലക്ഷം രൂപ വീതം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം ചെയ്താട്ടെ. പരസ്യം ചെയ്താൽ ഈ ടീച്ചർക്ക് ഇഷ്ടംപോലെ സ്വർണം ഇങ്ങനെ വളയായിട്ടിട്ടിരിക്കുകയാണ്. ഞാൻ 1 ലക്ഷം രൂപ വെറുതെ കൊടുത്താൽ ഈ ടീച്ചർ മുമ്പ് നിൽക്കും. കാരണം എനിക്ക് വളയുണ്ടെങ്കിലും സ്വർണ്ണം ഉണ്ടെങ്കിലും ഈ സ്വാമിയുടെ കയ്യിൽ നിന്ന് വെറുതെ കിട്ടിയതല്ലേ എന്നാ ഇരുന്നോട്ടെ. ഇതാണ് നമ്മുടെ സ്വഭാവം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ധനമുണ്ടെങ്കിലും സൈന്യങ്ങളുണ്ടെങ്കിലും നമുക്ക് കൂടെ നിൽക്കാൻ ആളുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആരാ? രാവണന്മാരാണ്. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചാൽ എനിക്ക് എൻ്റെ കൂടെ ആളുണ്ട്, സൈന്യങ്ങളുണ്ട്, അടിക്കാൻ ആൾക്കാരുണ്ട്, എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ആരെയും ഭയമില്ല. അപ്പം ആദ്യത്തെ ഭാവം രാവണഭാവം. അതാണ് രജോ ഗുണം. സത്വഗുണമാണ് രാമൻ, സത്വഗുണമാണ് ഗുരുവായൂരപ്പൻ. അപ്പം രജോ ഗുണവും തമോ ഗുണവും ഉണ്ടെങ്കിൽ മാത്രമേ സത്വഗുണത്തെ തിരിച്ചറിയാൻ പറ്റൂ. അപ്പം ആദ്യം നമ്മുടെ മനസ്സ് രാവണഭാവത്തിലെത്തണം. ഇനി രോഗം വരുന്നു, ധനം നഷ്ടപ്പെടുന്നു, ആൾക്കാരില്ലാതെ വരുന്നു. ഈ സമയത്ത് രാവണന്റെ ഭാവം എന്തായിത്തീരും? അനക്കൊണ്ടല്ലോ രാമഭാവത്തിലാവില്ലേ? അപ്പൊ രാവണൻ എന്ന ഭാവത്തിൽ അഹങ്കാരം ഉണ്ടായി, ധനം ഉണ്ടായിരുന്നു, കാറുണ്ടായിരുന്നല്ല. ആ സമയത്താണ് ക്യാൻസർ വന്നത്. ക്യാൻസർ വന്ന് ധനവും വീടും എല്ലാം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ പിന്നെ രാവണനാവും അതോ രാമനാവും? ചിന്തിച്ചു നോക്കൂ. അപ്പം നമുക്ക് ധനമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് അഹങ്കാരം ഉണ്ടാവും. ഈ അഹങ്കാരത്തിൽ നിന്ന് ധനം മാറിക്കഴിയുമ്പോൾ ഈ രാവണഭാവം മാറിയിട്ട് സാത്വികമായിട്ട് രാമൻ്റെ ഭാവം ആയേ തീരൂ. രാമൻ്റെ അടുത്ത് നമ്മൾ അഭയം പ്രാപിച്ചെങ്കിലേ തീരൂ. ഈ ഒരു ഭാവമാണ് ഇന്നലെയും ഇന്നും ഈ രാമായണ കഥയിൽ കൂടി പറഞ്ഞു. രാവണൻ്റെ സൈന്യ ബലങ്ങളെല്ലാം നശിച്ചു. മനസ്സിലാക്കും. കാരണം അടവ് പറ്റി, അവൻ്റെ സൈന്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു, മെയിനായിട്ടുള്ള ആളുകളെയൊക്കെ ഇല്ലാതാക്കി. പക്ഷെ സ്വന്തം അനുജൻ പോലും ആ എതിരാളിയുടെ അരിക്കൽ ചെന്നിട്ട് നോക്കിക്കോണം. ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റാത്ത ഒരു കർമ്മം നിങ്ങളുടെ വീട്ടിൽ സ്വന്തം അനുജനും ചേട്ടനും ഉണ്ടെങ്കിൽ ചേട്ടനെ കൊല്ലാനായിട്ടോ ചേട്ടനെ ഇല്ലായ്മ ചെയ്യാൻ ആയിട്ട് അനിയൻ പ്രവർത്തിക്കുന്നത്, രാമായണത്തിൽ പ്രവർത്തിക്കുന്നത് കാണിച്ചു തന്നാൽ നിങ്ങൾ അതുപോലെ വീട്ടിൽ ചെയ്യാൻ പാടുണ്ടോ? എന്ത് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. വിഭീഷണനാരാ? വിഭീഷണനാരാ? രാവണന്റെ അനുജൻ.
സത്യത്തിൽ ഒരു കുടുംബത്തിലൊരു അമ്മയുടെ മക്കളാണോ? ഈ അമ്മയുടെ മക്കളെ രാവണൻ്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് രാവണനോട് പറയാൻ കാരണം എന്താ? അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ എങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? സ്വന്തം ജ്യേഷ്ഠൻ്റെ കുറ്റം മറ്റൊരാൾ പറഞ്ഞുകൊണ്ട് ജ്യേഷ്ഠനെ കൊല്ലിക്കാൻ അനുജൻ പാടുണ്ടോ? ഇവിടോ? അപ്പോൾ രാമായണം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളോടും പറയണോ ഇതുപോലെ കൊല്ലാൻ? എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം? ഇത് രണ്ടിനെ തിരിച്ചറിയാനുള്ള അറിവ്. ആ അറിവ് ചേട്ടനില്ലാത്തത് കൊണ്ടാണ് ചേട്ടനേക്കാൾ ഈശ്വര വചനം ചെയ്ത് അഹങ്കാരമില്ലാത്ത ഒരു മനസ്സുമായിട്ട് അതിന് കാരണമായിട്ട് നീ എൻ്റെ നാട്ടിൽ നിന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടാവുമ്പോൾ അവിടെ ജ്യേഷ്ഠൻ്റെ അധർമ്മങ്ങളെ ഇല്ലാതാക്കാൻ ചില സന്ദർഭങ്ങളിൽ അനുജനും ആ അധർമ്മത്തെ ഇല്ലാതാക്കിയ ഒരാൾ നഷ്ടപ്പെട്ടാൽ 10,000 പേര് രക്ഷപ്പെടുന്നെങ്കിൽ ആ നഷ്ടപ്പെട്ട ഒരാളെ നമുക്ക് ആർക്കും വിഷയമല്ല. അതിന് ഒരു പുരാണത്തിൽ അതിനൊരു കഥ പറഞ്ഞിരുന്നു. എവിടെയെന്നറിയോ? നിങ്ങൾ ഭാഗവതം കേട്ടവരാണ്. ഈ പാലാഴി കടഞ്ഞപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കുഴപ്പം. ഈ രാമായണ കഥ വരുമ്പോൾ സന്ദർഭം അനുസരിച്ചിട്ടുള്ള മറ്റുള്ള കഥകൾ പറഞ്ഞു തരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള യഥാർത്ഥ ഭാവത്തെ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെങ്കിൽ മറ്റുള്ള പുരാണങ്ങളും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അതുകൊണ്ട് വിഷമിക്കേണ്ട കത്ത്. ഇനി പാലാഴി കടഞ്ഞപ്പോൾ കാളകൂട വിഷം ആവിർഭവിച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷം കുടിക്കാൻ താല്പര്യമുള്ളൊരു കൈപൊക്കിയെ? അനക്കില്ല. വല്ലപ്പോഴും ഒക്കെ വിഷം ഒന്ന് കുടിക്കണം കേട്ടോ. വിഷം കുടിച്ചിട്ടുണ്ടോ? വിഷം കുടിച്ചിട്ടില്ലെന്ന്. ഇല്ല, വിഷം കുടിച്ചിട്ടുണ്ടോ? സന്തോഷമായി. ഇല്ല, വെള്ളം കുടിക്കുന്നു, വിഷമല്ല. ശരി, വിഷം. ഇനി അതിൽ തത്വങ്ങൾ മനസ്സിലാക്കണം. പാലാഴിയിലെ ആ വിഷം ഇങ്ങിട്ട് വന്നപ്പോൾ ആരെയാണ് ദേവന്മാരെ ആശ്രയിച്ചത്? പറയും. നിങ്ങളെ ആശ്രയിച്ചില്ലല്ലോ, എനിക്ക് പറ്റില്ല. അപ്പം ശിവനെ അങ്ങനെയാണെങ്കിൽ അത്രയും ഭാഗത്ത് ഉള്ള ഈ കഥാഗോളം നിങ്ങൾക്ക് ദുഃഖവും പ്രയാസവും ഉണ്ടാവുമ്പോൾ പഞ്ചായത്ത് മെമ്പറെ കാണണോ അതോ കാടാമ്പുഴ അമ്മയെ കാണണോ? അത് നിങ്ങളത് ചെയ്യില്ലല്ലോ. ഞാൻ പറയട്ടെ, പനി വരുമ്പോൾ പനിക്ക് ശരീരം തന്നെ ആരാ? കാടാമ്പുഴ അമ്മ. ആ ശരീരത്തിൽ പനി വരുന്നത് ആര് മുഖേനയാണ്? ശരീരം തന്നത് കാടാമ്പുഴ അമ്മയാണോ? അതിനകത്ത് രോഗം തരുന്നത് കാടാമ്പുഴ അമ്മയാണോ? അല്ലേ? പക്ഷെ എന്താ കഥ? ശരീരത്തിന് രോഗം തരുന്നു ശരീരം ആരാണോ തന്നത്, ആ തന്ന ശരീരത്തിന് രോഗം തരണമെങ്കിൽ അത് അമ്മ തന്നെയാണ്. ആണല്ലോ കേൾക്കുന്നേ. ഈ അമ്മയോട് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലല്ലോ. നീ പറയട്ടെ, കാടാമ്പുഴ അമ്മ മുഖേന നിങ്ങൾക്ക് ശരീരം തന്നു, ഈ ശരീരത്തിന് രോഗം തന്നു. നിങ്ങൾ പനി വരുമ്പോൾ കാടാമ്പുഴയിൽ പോകുമോ അതോ ഡോക്ടറുടെ അടുക്ക് പോകും? ഇത് രണ്ടിടത്ത് പോകരുത്. രണ്ടിടത്ത് പോയാൽ ഒരു ഗുണമില്ല. പറഞ്ഞേ ഡോക്ടർ, ഇതാണ് തെറ്റ്. നിങ്ങൾ കാടാമ്പുഴ അമ്മയുടെ അടുക്കെ പോയിട്ട് മനസ്സിന് ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ കാടാമ്പുഴ അമ്മയുടെ അടുത്ത് വരാത്തത്. ഒന്ന്, ശരീരം തന്ന കാടാമ്പുഴ അമ്മ നിങ്ങൾക്ക് പനി വന്നപ്പോൾ ഈ കാടാമ്പുഴ അമ്മയുടെ അടുത്ത് വരാതെ ഒരു വിളക്ക് പോലും കത്തിക്കാതെ നേരെ നിങ്ങൾ ഡോക്ടറെ അടുക്ക് പോയപ്പോൾ ഡോക്ടർക്ക് 5 ഗുളിക കുറിച്ച് വന്നു. ഇത് കഴിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഈ ഡോക്ടറുടെ കഴിവുകൊണ്ടാണ് രോഗം മാറിയത്. എന്നാൽ അവിടെ താഴെ ഒരു ഡോക്ടറുണ്ടെന്ന് ഓർത്തോ. ഈ മരുന്ന് കഴിച്ച് വെള്ളവും കൂടെ കുടിച്ചപ്പോൾ നിങ്ങളുടെ വയറ്റിൻ്റെ അടിഭാഗത്തൊരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറുടെ പേരെന്താ അമ്മേ? ജഡരാഗ്നി എന്ന് പറഞ്ഞ അഗ്നിയിൽ ഈ മരുന്ന് വിക്ഷേപിച്ചാൽ ഈ അമ്മയുടെ പനി മാറണമെങ്കിൽ അത് രക്തത്തിൽ കൂടി കലരണമോ? ഈ കലർത്താൻ അവിടെ ആരാണ് വരുന്നത്? ജഡരാഗ്നി ആരാ പ്രവർത്തിപ്പിക്കുന്നേ? ഡോക്ടറാ. നമ്മുടെ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ആര്? അമ്മയാണോ? അപ്പൊ അമ്മയെ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് ഡോക്ടറേക്ക് പോകുന്നത്. അങ്ങമ്മയുടെ അടുത്ത് പോകുന്നെങ്കിൽ ആ മരുന്ന് കഴിക്കുന്ന മരുന്ന് അമ്മയുടെ ചൈതന്യം കൊണ്ട് രക്തത്തിൽ കലർന്ന് രോഗം മാറി. അപ്പം നിങ്ങളുടെ രോഗം മാറ്റിയത് ഡോക്ടറാണോ
മരുന്നാണോ അമ്മയാണോ? അപ്പം അതിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അതിൽ സ്ഥിരമായി വിശ്വസിക്കുക. പോട്ടെ, ഈ മരുന്ന് കഴിച്ചാൽ അമ്മ മരിക്കാതിരിക്കുമോ? ആയുസ് മരിക്കുമല്ലോ. അപ്പം മരുന്ന് കഴിച്ചാലും മരിക്കും, കഴിച്ചില്ലെങ്കിലും മരിക്കും. പിന്നെ എന്തിനാ പോകുന്നത്? നിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങൾക്ക് ആ മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ ഈ ജീവൻ ഉണ്ടാവൂ എന്നൊരു ചിന്ത. അതല്ല, മേൽപ്പത്തൂരിലെ പോലെയുള്ള ചിന്ത വേണം. ഞാൻ പോകുന്നില്ല, ഞാൻ കാടാമ്പുഴ അമ്മയുടെ മടിത്തട്ട് ഇരിക്കുക, എൻ്റെ രോഗം അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ മാറ്റിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ മരിച്ചോട്ടെ എന്ന് ചിന്തയുണ്ടോ? മക്കളെ കാണണം, മരുമക്കളെ കാണണം, ഇനിയും കുറച്ച് തിന്നണം, ഇനിയും കുറച്ച് സമ്പാദിക്കണം എന്നുള്ള ചിന്ത കൊണ്ട് നമ്മളിങ്ങനെ ഓടി നടക്കുക. ഇത് തിരിച്ചിട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ദുഃഖം മാറൂ. മനസ്സിലാക്കണം. കാടാമ്പുഴ അമ്മയാണ് എൻ്റെ ജീവൻ, എൻ്റെ ശരീരം കാടാമ്പുഴ അമ്മ. ആ അമ്മ എന്ത് വിചാരിക്കുന്നവോ അത് നടക്കട്ടെ, അല്ലാതെ എനിക്കൊന്നും ആവശ്യമില്ല. സ്ഥിരതര മനസ്സാ നാരായണീയത്തില്. നാരായണീയം വായിക്കുമ്പോഴേ ആ വായിക്കുന്ന ഭാവത്തിൽ നമ്മൾ എത്തണം. ഞാൻ പോകുന്നില്ല, നീ ആസ്പത്രിയിലും പോകുന്നില്ല, അലോപ്പത്തിലും പോകുന്നില്ല. ഞാൻ ഭഗവാനെ കണ്ട് ഒരാനന്ദം ഉണ്ടാവും. ഈ ആനന്ദത്തിൽ എന്തുണ്ടാവും? സംതൃപ്തി ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? ഒന്നും ഉണ്ടാവില്ല. മേൽപ്പത്തൂരിന് സംതൃപ്തി ഉണ്ടായപ്പോൾ ഒന്നും ഉണ്ടായി, പറയുന്നവർക്ക് 1 ലക്ഷം. അതൊന്നും ഞാൻ പറഞ്ഞില്ല. മേൽപ്പത്തൂരിന് സംതൃപ്തി ഉണ്ടായപ്പോൾ ഒന്നുണ്ടായി. ആ ഉണ്ടായ കാര്യം പറയുന്നവർക്ക് 1 ലക്ഷം. പറയില്ല, നിങ്ങൾ പറയില്ല. ആനന്ദം ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? ആനന്ദം ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? അയ്യോ, ആനന്ദം ഉണ്ടാവുമ്പോൾ, സന്തോഷം ഉണ്ടാവുമ്പം ആനന്ദം കൊണ്ട് കണ്ണീരുണ്ടാവും. അത് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നേരത്തെ പറഞ്ഞില്ല, പോയി 1 ലക്ഷം. അപ്പൊ ആനന്ദം കൊണ്ട് കണ്ണുനീരുണ്ടായി മേൽപ്പത്തൂരിന്. ആ കണ്ണുനീര് ഞാൻ എൻ്റെ ശരീരത്തിന് തൈലമായിട്ട് പുരട്ടും, അതെൻ്റെ ശരീരത്തിന് അത് മരുന്നായി പുരട്ടും. ഈ ഒരു ഭാവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് ആനന്ദവും ഇല്ല, കണ്ണുനീരും ഇല്ല. ആനന്ദം വരും, സാപ്പാടുണ്ടെങ്കിൽ വരും, ആ സമയത്തേക്ക് വരും. പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ വിശപ്പ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആനന്ദമില്ല. നമുക്കത് മതി. നമുക്ക് വയറ് നിറച്ച് ആഹാരം കിട്ടിയാൽ, എനിക്കുൾപ്പെടെ ആഹാരം കിട്ടിയാൽ അത് തന്നെ ആനന്ദം. പക്ഷെ അതൊന്നും അല്ല ആനന്ദം. ആ കാടാമ്പുഴ അമ്മയുടെ മുഖം കാണുമ്പോൾ, ആ സൗന്ദര്യവതിയായിരിക്കുന്ന അമ്മയുടെ ചന്ദനം ചാർത്തിയ മുഖം കാണുമ്പോൾ, കണ്ണിൽ കൂടി ആനന്ദക്കണ്ണീരുണ്ടാവുമ്പോൾ, ആ ആനന്ദക്കണ്ണീര് നിങ്ങളുടെ ശരീരത്തിന് തൈലമായിട്ട് പുരട്ടിയാൽ നിങ്ങളുടെ ഉള്ളിലുള്ള രോഗം അമ്മ മാറ്റിത്തരും. അങ്ങനെയുള്ളൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടാവണം. അമ്മ എനിക്ക് ജന്മം തന്നു, ആ അമ്മ എനിക്ക് രോഗം തന്നു, ആ അമ്മ എൻ്റെ രോഗം മാറ്റട്ടെ എന്ന് ദൃഢമായി നിശ്ചയമുണ്ടെങ്കിൽ, അങ്ങനെ നിശ്ചയിക്കുന്ന ഒരു ഭക്തനാണെങ്കിൽ കാടാമ്പുഴ അമ്മ നിങ്ങളെ ഒരിക്കലും, പക്ഷെ അതിൽ വിശ്വാസം ഇല്ല കേട്ടാ. എനിക്ക് ആ ഡോക്ടർ കഴിക്കാൻ പോയി അങ്ങയുടെ മുഖം കണ്ടെങ്കിൽ, കുറച്ച് കാശ് അങ്ങാർക്ക് കൊടുത്തെങ്കിലും മനസ്സമാനം വരും. ഇതൊക്കെ എനിക്കറിഞ്ഞൂടെയോ? മനസ്സമാനം വരും. പിന്നെ രണ്ടാമത് എവിടെ വരും? അപ്പൊ ഇത് ആ ഒരു മനോഭാവം മതി നമുക്ക്. നിങ്ങൾ ഈ പറയുന്നതല്ല, ഇതിനകത്തൊരു മിഷ്യൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് 3-ാമത്തെ മാസത്തിന് മുമ്പ് അമ്മയുടെ ചൈതന്യം കൊണ്ട് നിങ്ങളുടെ ജീവനുണ്ടായാൽ, ആ ജീവനെ 9 മാസം അതിനെ ഈ ഗർഭപാത്രത്തിനുള്ളിലിരുത്തി വളർത്തി വലുതാക്കി, നമുക്ക് അമ്മയുടെ ഏത് ആ ചൈതന്യമാണ് നിങ്ങളെയൊക്കെ വളർത്തിയെന്ന് വല്ല പിടിയുണ്ടോ? പറയുന്നവർക്ക് 1 ലക്ഷം. അമ്മ അമ്മ എന്ന് പറഞ്ഞാൽ പോരാ, അമ്മയുടെ അംശദേവിമാരുണ്ട്. ആ ദേവിയുടെ പേര് പറയുന്നവർക്ക് 1 ലക്ഷം ഇപ്പം തരും. കാടാമ്പുഴ അമ്മയുടെ അംശദേവിമാരുണ്ട്. ദേവിഭാവം എന്തുകൊണ്ട് നിങ്ങൾ പഠിച്ചില്ല? ചണ്ഡികയൊന്നുമല്ല, ചണ്ടമുണ്ടന്മാരെ ഇല്ലാതാക്കിയത് കൊണ്ടാണ് ചണ്ഡികാ ദേവി എന്ന അമ്മയ്ക്ക് പേര്. പോക്കായി എന്തിനാ കുത്തിയിരിക്കുന്നത്? അതായത് ഗർഭപാത്രത്തിലിരിക്കുന്ന ആ ജീവനെ വളർത്തി വലുതാക്കി 9 മാസം നിങ്ങളെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആ വളർത്തി വലുതാക്കിയ ദേവിയുടെ പേര് പറയുന്നവർക്ക് 1 ലക്ഷം തരും. പിന്നെ ബാക്കി പിന്നെ അതൊന്നുമല്ല, ദുർഗയൊന്നുമല്ല. ദുർഗമനെ കൊന്നത് കൊണ്ട് ദുർഗാദേവി, ദുർഗമൻ എന്ന അസുരനെ ദേവി കൊന്നത് കൊണ്ട് ദുർഗാദേവി എന്ന പേര് നിങ്ങൾക്ക് തോന്നിയത് പറയാനുള്ളതല്ല. ചണ്ടമുണ്ടന്മാരെന്ന് പറയുന്ന അസുരന്മാരെ കൊന്നത് കൊണ്ട് ചണ്ഡിക. അനക്കുണ്ടോ? അനക്കുണ്ടോ നോക്ക്. 1 ലക്ഷം രൂപ എനിക്ക് തരാക്കി ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം.
1,00,000 ഇപ്പം തരണം. രാമനാമം ചൊല്ലുന്ന അത് രാമനാ. എനിക്കെന്തിനാ പറയട്ടെ? മറന്നു പോകരുത്. മറന്നു പോകൂ. ഉറക്കം തൂങ്ങി കേൾക്കുന്നു പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇല്ല, എല്ലാവരും മനസ്സുറങ്ങിയാലും മുഖം ഉറങ്ങുന്നില്ല. എല്ലാവരുടെയും മുഖത്ത് ഞാൻ നോക്കുന്നുണ്ട് കേട്ടാ. പല്ല് എല്ലാവരുടെയും കാണുന്നുണ്ട്. പല്ല് തേച്ചവരാണ് തേക്കാത്തവരാണോ എന്ന് മനസ്സിലാക്കുക. അതായത് ഗർഭപാത്രത്തിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ഭൂമിയിലേക്ക് വിടുന്ന ദേവിയുടെ പേരാണ് ഷഷ്ഠി ദേവി എന്നാണ്. ഷഷ്ഠി കവചം എന്ന് ദേവിഭാഗത്തിലുണ്ട്. ഇതൊക്കെ പഠിക്കണം കേട്ടാ. ആചാര്യന്മാര് ദേവിഭാഗം നടത്തുമ്പോൾ ഇതൊക്കെ അതിനകത്തുണ്ട്. ഷഷ്ഠി കവചം, ഷഷ്ഠി ഉപാസന, ലക്ഷ്മി ഉപാഖ്യാനം, അതുപോലെ തന്നെ തുളസി ഉപാഖ്യാനം, ഇതൊക്കെ വളരെ ശ്രേഷ്ഠമായിട്ട് ദേവിഭാഗത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. പഠിക്കണം. അമ്മയുടെ കഥയാണ് അത്. ദിവസേന ഇവിടെ പാരായണം ചെയ്യണം. അതിൻ്റെ ഓരോ ശ്ലോകത്തിൻ്റെ അർത്ഥം പഠിക്കണം. അപ്പോൾ ഷഷ്ഠി ദേവി എന്ന് പറയുന്ന, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം. ഗർഭത്തിൽ ഇരിക്കുന്ന സമയത്ത് കുഞ്ഞ് നല്ല ശ്രേഷ്ഠതയായിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരണമെങ്കിൽ ഷഷ്ഠി കവചം ആ ദേവിഭാഗത്തിലെ എടുത്തെന്ന് വായിച്ചാൽ മതി കേട്ടോ. ഗർഭിണികൾ, കൊച്ചുമക്കൾക്കൊക്കെ ഗർഭിണികളാവുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മക്കളും മറ്റു മക്കളും ഒക്കെ ഗർഭിണികളാവുമല്ലോ. ആ സമയത്ത് ഒരു ദേവിഭാഗതം വാങ്ങി അതിനകത്ത് ഷഷ്ഠി ഉപാഖ്യാനം എന്നുള്ള ഉപാഖ്യാനം എഴുതി അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ജീവനായിട്ട് വരുന്ന കുഞ്ഞിനെ സംരക്ഷിക്കുന്ന ദേവിയാണ് ഈ ദേവി. ഈ ദേവിയുടെ കവചം ആര് ജപിക്കുന്നുവോ അവർക്കുണ്ടാവുന്ന സന്താനം ഏറ്റവും ശ്രേഷ്ഠതയുള്ളവരായിത്തീരും. അമ്മയെ തല്ലുന്ന മക്കളായിട്ട് തീരില്ല. ഇപ്പൊ ആരെയാ ഭയം നിങ്ങൾക്ക്? ഇപ്പൊ ആരെയാ ഭയം? മക്കളെയല്ലേ ഭയം? മക്കളെയല്ലേ ഭയം? നിങ്ങളുടെ മക്കളുടെ കല്യാണം നിങ്ങൾക്ക് നടത്തി കൊടുക്കാൻ ഭാഗ്യം ഉണ്ടോ? ഇപ്പോൾ ആ ഭാഗ്യമുള്ള മാതാവാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത. ഇപ്പം അങ്ങനെയുള്ള ഒന്നുമില്ല. ഇപ്പം മക്കളെ എന്ന് പറയുന്ന ചിന്തിക്കാനേ പറ്റൂ. ഒരു പരിധി കഴിയുമ്പോൾ പിന്നെ അമ്മയെ വിളിക്കുന്ന വിളിയൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. അത് അമ്മയും അച്ഛനും ഒക്കെ കേട്ട് ഇങ്ങനെ മടുത്തിരിക്കുക. ഓർത്തോ, ആരാണ് അതിൻ്റെ ഉത്തരവാദി? ഒരാ കുട്ടി അച്ഛനെയും അമ്മയും ബഹുമാനിക്കാതിരുന്നാൽ അടി കൊടുക്കേണ്ടത് കുട്ടിക്കല്ല, അമ്മയുടെ അച്ഛൻ്റെ ചെള്ളക്കടിക്കണം. അതിനെ വളർത്തേണ്ട വിധം വളർത്താത്തത് കൊണ്ടാണ്. വേണ്ടുന്ന വിധത്തിൽ അവരെ ഈശ്വരാർപ്പണമായിട്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ ആ കുട്ടിയെ പറഞ്ഞു വിട്ടാൽ ആ കുട്ടി ഒരിക്കലും അച്ഛനും അമ്മയ്ക്കും ദോഷം ചെയ്യുന്ന ഒരു കുട്ടിയായി തീരില്ല. ഈ ആത്മീയത ഇല്ലാത്തതാണ് അവനെ ചെറിയ പ്രായത്തിൽ അവനെ ലളിതാശാസ്ത്രവും വിഷ്ണു സഹസ്രവും ഒക്കെ അമ്മമാർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആ കൃപ കൊണ്ട് അവരെ അമ്മമാർക്ക് എന്നും സന്തോഷം കിട്ടാനുള്ള കുട്ടികളായി തീരും. ഇതൊക്കെയാണ് നമുക്ക് പറഞ്ഞത്. അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു. രാവണനെ നഷ്ടപ്പെട്ട ഉടനെ എല്ലാ നേതാക്കന്മാരെയും കൊന്നു. ചെല്ലുന്നവരൊക്കെ മരണപ്പെട്ടുകൊണ്ട് പോയപ്പോൾ ആകെ വെപ്രാളം പിടിച്ചപ്പോൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ രാമൻ്റെ അരിക്കൽ ചെന്നിട്ട് വിഭീഷണൻ പറഞ്ഞു, അങ്ങൊരു കാര്യം ചെയ്യും, ഞാൻ എൻ്റെ ജ്യേഷ്ഠൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. രാവണൻ്റെ സൈന്യത്തിലുള്ള എല്ലാ പ്രധാനപ്പെട്ട ആൾക്കാരുടെ സകല സ്വഭാവങ്ങളും സത്യത്തിൽ അനുജനായിട്ടുള്ള വിഭീഷണൻ രാമനോടെല്ലാം പറഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടാത്തതായിട്ടുള്ളൊരു കാര്യമുണ്ട്. സ്വന്തം ജ്യേഷ്ഠനെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു ഭാവമാണെന്ന് പുറമേ നിങ്ങൾക്ക് തോന്നും. ഒരിക്കലും അധർമ്മം ചെയ്യാത്ത ഒരു അനുജനോ ചേട്ടനോ ആണെങ്കിൽ ഈ പ്രവൃത്തി ചെയ്യരുത്. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ ജ്യേഷ്ഠനെ നശിപ്പിക്കാനായിട്ട് അനുജൻ എതിരാളികളുടെ അരികെ പറയരുത്. ഇവിടെ എന്താ, ജ്യേഷ്ഠന്റെ സകല കാര്യങ്ങളും ഈ പറയുന്ന സീതാദേവിയെ, ആ ലങ്കയിലെ ഇരിക്കുന്ന സീതാദേവിയെ കൊണ്ടുവരാൻ ആദ്യമായിട്ട് രാമന് നിർദ്ദേശം കൊടുത്തതും ആ സൈന്യബലത്തിൻ്റെ പൂർണ്ണത മനസ്സിലാക്കി കൊടുത്തതും ഒരു കുടുംബത്തിലെ അംഗമായ ജ്യേഷ്ഠൻ്റെ എല്ലാ കാര്യങ്ങളും പ്രയാസമില്ലാതെ ജ്യേഷ്ഠനെ ഇല്ലാതാക്കാൻ പറഞ്ഞു കൊടുത്തത് സ്വന്തം അമ്മയുടെ രക്തബന്ധത്തിൽ പിറന്ന ഒരമ്മയുടെ മകനായിട്ടിരിക്കുന്ന ഒരു അനുജനാണെന്ന് മനസ്സിലാക്കും. വിഭീഷണൻ ചേട്ടൻ്റെ സകല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. നിങ്ങൾ നോക്കണം, അതിനകത്ത് എഴുതി വെച്ചിരിക്കുക. അതേ, രാമചന്ദ്രസ്വാമി അങ്ങോട്ട് നോക്കിയാട്ടെ, ആ സിംഹത്തിൻ്റെ അടയാളമുള്ള തേരിൽ
വരുന്നതാരാന്ന് അങ്ങ് നോക്കിയേ, രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്താണ്. നോക്കിയോണം, ഒരു വിഷമമില്ല. ഇന്ദ്രജിത്തിനെ പരിചയപ്പെടുത്തി കൊടുത്തു അനുജൻ. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ആ നീളം കൂടിയ ഒരു തേര് ഇങ്ങോട്ട് വരുന്നതായിട്ട് കണ്ടില്ലേ, അതാരാന്നറിയാമോ? രാവണന്റെ മകനായ അതികായന. അവ രാമചന്ദ്ര സ്വാമിക്ക് ഈ പറയുന്ന എതിരാളികളുടെ സ്വഭാവം മൊത്തം പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. പെട്ടെന്ന് തന്നെ ഇവനെ കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു അനിയൻ. എന്നിട്ട് പറഞ്ഞു, പിന്നെ പറയുക, സ്വർണം കെട്ടിയ ആനയുടെ മുകളിൽ, ആനയുടെ പുറത്തുകൂടി വരുന്നത് ആരാന്നറിയാമോ? അത് വരുണനാണ്, മഹാരഥനാണ്. പിന്നെ കുതിരപ്പുറത്ത് ആയുധമായിട്ട് വരുന്നത് നരകാന്തകൻ എന്ന് പറയുന്ന അസുരനാണ്. പിന്നെ വെള്ളക്കാരുടെ മുകളിൽ ശൂലമായിട്ട് വരുന്നത് അതിശക്തനായ ത്രിശിരസാണ്. ഇതൊക്കെ ഈ രാവണന്റെ സൈന്യത്തിന്റെ നേതാക്കന്മാരുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അനുജൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. പിന്നെ ഇതാ കുംഭകർണൻ. കുംഭകർണൻ എന്നൊരു ഏറ്റവും വലിയ ശ്രേഷ്ഠനായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ അനുജനുണ്ട്. ഈ ഇരിക്കുന്ന ആരെങ്കിലും കുംഭകർണന്മാര് അല്ലാത്തവരുണ്ടോ? ഉള്ള കാര്യം ഒരു ജോലിയും ചെയ്യാതെ തിന്നുക, ഉറങ്ങുക. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് മാറ്റിയിട്ട് പേരെന്തിടണം? കുംഭകർണൻ ഇടണം. ഇദ്ദേഹത്തിന് 6 മാസം വയറ് നിറച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു അനക്കില്ല, പിന്നെ ആ വിശപ്പ് മാറുമ്പോൾ കണ്ണു തുറക്കും. എന്നുവെച്ചാൽ ഇത് നിങ്ങൾക്കൊരിക്കലും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മുടെ ഇടയിൽ കുറെ കുംഭകർണന്മാരുണ്ട്. പറയട്ടെ, സ്വന്തം ഭാര്യയെ ജോലിക്ക് വിട്ടിട്ട് വീട്ടിലിരുന്ന് ഭാര്യ കൊണ്ടുവരുന്ന ധനം കൊണ്ട് തിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ആൾക്കാരെ എന്ത് വിളിക്കണം? ശരി, ഭാര്യ കൊണ്ടുവരുന്ന ധനം നോക്കി തിന്നുക, പണിക്കൊന്നും പോവില്ല, അങ്ങനെ വീട്ടിൽ ഇരുന്ന് തിന്നുക. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്കുള്ള ശരീരം എങ്ങനെ ഇരിക്കും? കുംഭകർണനെ പോലെയാവും. എൻ്റെ കാര്യം ശരീരമൊക്കെ മെനഞ്ഞ് കഴിച്ച് കൊടുത്ത് ഗുണ്ടവയറും വെച്ച്. അപ്പം നമ്മുടെ ഇടയിൽ ആരുണ്ട്? പിന്നെ എത്ര നല്ല ടേസ്റ്റുള്ള കറികൾ വെച്ച് കൊടുത്താലും കുംഭകർണനാണെങ്കിൽ എന്ത് പറയും? ഇതിന് ടേസ്റ്റ് ഇല്ല. 1.5 അരിയുടെ ചോറ് അങ്ങോട്ട് മുമ്പിൽ വെച്ച് കൊടുത്താലും അതും കഴിക്കും. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും കഴിക്കും. എന്തു വെച്ചാൽ അന്നത്തിന് വേണ്ടി ജീവിക്കുകയും ജീവിക്കാൻ വേണ്ടി അന്നം സ്വീകരിക്കുകയും ചെയ്യുന്നവർ ആരാണോ, അതിലേതാണ് കുംഭകർണൻ? അന്നത്തിന് വേണ്ടി ജീവിക്കുന്നവനാണോ, ജീവൻ കിടക്കാൻ വേണ്ടി അന്നം കഴിക്കുന്നവനാണോ കുംഭകർണൻ? അപ്പൊ കുംഭകർണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരാ. പറയൂ, ഏതാ നിങ്ങൾ? അന്നത്തിന് വേണ്ടി ജീവിക്കുക, ജീവിക്കാൻ വേണ്ടി അന്നം കഴിക്കുക. ഇതിലേതാണ് നിങ്ങളുടെ യോഗ്യത? ജീവിക്കാൻ വേണ്ടി അന്നം കഴിക്കുന്നതാണോ അതോ അന്നത്തിന് വേണ്ടി ജീവിക്കുന്നതാണോ? ശരി, ഗുഡ്. ജീവിക്കാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ എത്ര ഇഡ്ഡലി കഴിക്കണം രാവിലെ? ഈ അമ്മ പറയുന്നത് 5 ഇഡ്ഡലി. 5 ഇഡ്ഡലി അതിന്റെ സാമ്പാരം കഴിക്കുന്നവന്റെ പേര് ഭോഗി എന്നാ. ഭോഗി. അപ്പൊ അതിന്റെ കൂടെ 3 ഉച്ചയ്ക്ക് ഇനി ഉണ്ട്. ഉച്ചയ്ക്ക് 1.5 ചോറ് ഇങ്ങനെ കഴിക്കാൻ പോവാ. അത് കഴിഞ്ഞിട്ട് 4 മണിക്ക് വറുത്തത് വേറെ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? അല്ല, പബ്ലിക്ക് പറയണ്ട, പോട്ടെ. അമ്മയ്ക്ക് എന്തായാലും ചെറുപ്പം, യുവതി കഴിഞ്ഞ് അടുത്ത 3ആയോ? ബാല്യം, കൗമാരം, യൗവനം കഴിഞ്ഞോ? അത് കഴിഞ്ഞു, ആ പരിപാടി കഴിഞ്ഞു. ഇനി വാർദ്ധക്യത്തിലേക്ക് നീങ്ങുന്ന സമയം അമ്മയ്ക്കൊരു ഭയം, വയസ്സ് പറയുന്നത് ഇനി എന്ത് ചെയ്യും? കേക്ക്, ഞാൻ 70 വയസ്സുകാരനായി, ഞാൻ മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വയസ്സ് പറഞ്ഞാൽ മരിച്ചെങ്കിൽ മരിക്കട്ടെ. 70 വയസ്സായി. ഈ 70 വയസ്സ് കൊണ്ട് ആ ആട്ടിൻ്റെ മിഷൻ പല്ല് ഇങ്ങനെ തേഞ്ഞ് വരും കേട്ടാ. രാവിലെ 5, ഉച്ചയ്ക്ക് സാമ്പാറും പുളിശ്ശേരിയും, അത് കഴിഞ്ഞ് 4 മണിക്ക് വയർത്തത്. അങ്ങനെ അതിൻ്റെ മുകളിൽ 8:30 ചപ്പാത്തി. ഇത് എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇന്നലെ ഈ അമ്മയുടെ കൂടെ ഇരുന്ന് ഞാൻ കഴിച്ചപ്പോൾ ഇന്നെന്താ കൂടി ഇരുന്ന് കഴിക്കുക? ഇനി എത്ര വർഷം ഇനി ഇതുപോലെ കഴിക്കണം? ഈ ആട്ടുമിച്ചന്റെ പല്ല് തേയ്മാനം സംഭവിക്കില്ലേ?
ഈ പല്ല് ഇങ്ങനെ കറങ്ങുമല്ലേ, കറങ്ങി 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 കുറേ മുക്കാൽ ഭാഗവും പുറകിൽ, അല്പം മാത്രം രക്തത്തില് ഇങ്ങനെ ഇരിക്കുക. നിങ്ങൾ കഴിക്കുന്ന ഒരു ഇഡ്ഡലിയുടെ മാവ് ഇഞ്ചക്ട് ചെയ്ത് ശരീരത്തിൽ കുത്തിവെച്ചാലേ ഓക്ക. ഈ അമ്മ ഇപ്പം 5 കഴിച്ചില്ലേ, ഒരു ഇഡ്ഡലിയുടെ മാവെടുത്ത് സിറിഞ്ച് വെച്ചൊന്ന് കുത്തി നോക്കിയേ, ഇവിടെ ഇരിക്കില്ല, അപ്പോഴേ പോയി. മനസ്സിലാക്കണം, ഇത് 5 കഴിച്ചു. ഇനി ആവാതിരിക്കാൻ ഇന്നത്തെ ദിവസം ഒന്നും കഴിക്കരുത്. ഇന്നത്തെ ദിവസം നീ കൈന്ന് മടക്കിയേ, എല്ലാവരും കൈന്ന് മടക്കി, കൈ മടക്കി ഇങ്ങനെ ഇങ്ങനെ 2 കൈ കൂടെ മടക്കരുത്, ഇങ്ങനെ മടക്കിയേ, ഇങ്ങനെ മടക്കി കൈ ഇങ്ങനെ മടക്കല്ലോ. ഇതിൽ എത്ര ചോറ് കുഴക്കട്ട ഉണ്ടാക്കാമോ? 8 കുഴക്കട്ടേ നിങ്ങൾക്ക് കഴിക്കാൻ പാടുള്ളൂ. ഇനി അടച്ചു വെച്ചോ. അതായത് ഈ ലോകത്തുള്ള സകല ജീവിജാലങ്ങൾക്കും ആഹാരം കൊടുത്തു വരുമ്പം ഈ അമ്മയ്ക്ക്, ഈ മനുഷ്യവർഗത്തിനുള്ള മനുഷ്യന് ഒരു ദിവസത്തെ ആഹാരത്തിൻ്റെ നിങ്ങളുടെ കൈ മടക്കിയാൽ ഈ കൈക്കുള്ളിലുള്ള 8 ഉരുളയേക്കുള്ള ആഹാര സാധനം ഇവിടെ ഉള്ളൂ. 8 കരി അരിയുടെ ചോറ് ഇന്ന് കഴിച്ചു. ഇതിൻ്റെയൊക്കെ ബലം കേക്ക് കുറച്ച് കഴിയുമ്പോൾ കട്ടിലേക്ക് കിടക്കുമ്പോൾ അമ്മേ ഇഡ്ഡലി കൊണ്ടുവരട്ടെ. അപ്പൊ ഈ കഴിച്ചതൊക്കെ അന്ന് ഇപ്പൊ എത്ര കഴിച്ചു? 10. അന്ന് കട്ടിലേക്ക് കിടക്കുമ്പോഴോ അപ്പോ കേക്ക് അപ്പൊ ഇപ്പൊ കുറച്ച് കഴിച്ചോ, ഇപ്പൊ ഒരെണ്ണേ കഴിക്കാവൂ. അപ്പൊ അവസാനം വരുമ്പോ തന്നാട്ടം എന്ന് പറയും, കൂടി കഴിക്കാം. വേണ്ട, ഈ 8 എണ്ണത്തിന്റെ കഥ കഴിയുന്ന വരെ ഇവിടെ ആയിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ വാർദ്ധക്യം വരുമ്പോൾ ഇതെല്ലാം കുറച്ച് പോയി ഇവിടുത്തെ കഴിച്ചതിൻ്റെയൊക്കെ ക്രമമാക്കിയിട്ട് ഇവിടുന്ന് പോകും കേട്ടാ. അപ്പോൾ കൂടുതൽ എത്ര കഴിക്കണ്ടേ? 8 ഉരുള ഒരു ദിവസം കഴിക്കും. മരിക്കത്തൊന്നുമില്ല, 8 ഉരുള ചോറ് കഴിച്ചാൽ മരിക്കില്ല. അപ്പോൾ നോക്കി ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. തിരുസിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ കുംഭകർണന്റെ മകനെ കുംഭനെ പറഞ്ഞു കൊടുക്കുന്നു. ഇതൊക്കെ അങ്ങോട്ട് ശ്രീരാമചന്ദ്രനോട് അങ്ങോട്ട് പറഞ്ഞപ്പോഴേ ശ്രീരാമചന്ദ്രൻ സ്വാമി അപ്പം മനസ്സുകൊണ്ട് വിചാരിച്ചു, എനിക്കിനി വലിയ പണിയൊന്നും ചെയ്യേണ്ട. കാരണം അറിയോ, എതിരാളികളുടെ ശക്തന്മാരായിട്ടുള്ള ആളുകളെ മൊത്തം ഇവനിൽ തന്നെ പരിചയപ്പെടുത്തി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവരെ എല്ലാം കൂടി ചേർത്ത് കൊണ്ട് അങ്ങയോട് യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ശ്രീരാമചന്ദ്ര സ്വാമി എന്നങ്ങോട്ട് പറഞ്ഞു. വിഭീഷണൻ പറഞ്ഞു. വിഭീഷണന്റെ ഈ വാക്ക് കേട്ടപ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞതെന്തറിയോ? എൻ്റെ മനസ്സിന് കുളിർമ ഉണ്ടാക്കാനുള്ള അവസരമായി. എന്തായി? ശ്രീരാമചന്ദ്രസ്വാമിയുടെ മനസ്സിന് കുളിർമ ഉണ്ടാകാനുള്ള സമയമായി എന്ന് പറയാൻ കാരണം അനക്കെ ഇത് പറയുന്നവർ കൊല്ലിച്ചു. എൻ്റെ മനസ്സിന് കുളിർമ ഉണ്ടാകാനുള്ള സമയമായി എന്നാ പറയുന്നത്. എന്താ എൻ്റെ അർത്ഥം? കാരണം രാവണൻ എന്ന് പറയുന്ന ഈ ദ്രോഹി ഇവിടെ ചെയ്തിരിക്കുന്ന മഹാപാപങ്ങളും എൻ്റെ ധർമ്മപത്നിയെ കൊണ്ടുപോകലും ഒക്കെ അങ്ങനെയുള്ള സാഹചര്യം കേട്ടും കണ്ട് എൻ്റെ മനസ്സിന് അസ്വസ്ഥമായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ അഹങ്കാരത്തെ, ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കെങ്കിൽ മാത്രമേ എനിക്ക് പോവുകയെന്നോ? എപ്പോൾ വരും? ഇപ്പൊ വന്നാൽ മതി. ഞാൻ 2 പേരുടെ മുഖം മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മയുടെ എനിക്ക് അസത്യം പറയരുത്. ചിലപ്പോൾ എന്നോട് ദേഷ്യം കാണും. എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്താ പറഞ്ഞ വെച്ചാ അമ്മയുടെ അടുത്ത് ഇരിക്കണമെന്ന് ഞാൻ പറയും. ഇരിക്കാൻ ഇഷ്ടമില്ലാത്തത് ഇരിക്കണ്ട. ഞാൻ എൻ്റെ ധർമ്മം പറയും. എൻ്റെ അമ്മയുടെ കഥയാണ് ഞാൻ പറയുന്നത്. അമ്മയുടെ മടിത്തട്ടിൽ ഇരിക്കാൻ മക്കൾക്ക് ആഗ്രഹമില്ലേ? അനക്കൊണ്ടോ നോക്കി ഉണ്ടോ? കണ്ടോ? ഇപ്പൊ ഈ അമ്മയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഈ അമ്മയുടെ അമ്മ ജീവിച്ചിരിപ്പില്ല. പക്ഷെ ഈ അമ്മയുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ തലമുടിയൊക്കെ നരച്ച മകളാണെങ്കിലും ആ അമ്മയ്ക്ക് എന്താഗ്രഹം അറിയോ? എൻ്റെ മകൾക്ക് പാല് കൊടുത്താലും എനിക്ക് വിഷമമില്ല. ആ മടിത്തട്ടില, എൻ്റെ മടിത്തട്ടിൽ എൻ്റെ കുഞ്ഞിരിക്കട്ടെ എന്ന് ഇപ്പോഴും ആഗ്രഹം. സ്വന്തം അമ്മയുടെ മടിത്തട്ടിൽ ഇരിക്കാൻ മക്കൾക്ക് ആഗ്രഹമില്ലേ? ഇതെല്ലാം നമ്മുടെ അമ്മയുടെ മടിത്തട്ടാണ്. ആ മടിത്തട്ടിൽ നമുക്ക് കുറച്ചു നേരം ഇരിക്കുമ്പോൾ കിട്ടുന്ന ആനന്ദം വേറെ ഒന്നിൽ നിന്നും നമുക്ക് കിട്ടില്ല. നിങ്ങൾ ഇവിടെ നിന്ന് നിൽക്കുക 2 മണിക്കൂർ നിങ്ങൾ ഈ അമ്മയുടെ തൊട്ടടുത്തിരിക്കുന്ന ഇവിടുത്തെ വായു ശുദ്ധമാണ്. നിങ്ങൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വിഷവായു ശ്വസിക്കണം. ഇവിടെയോ ശുദ്ധമായ വായുവാണ് ശ്വസിക്കുന്നത്. രാവിലെ ഗണപതി ഹോമം മാത്രമുള്ള വേദജപങ്ങൾ ഇതെല്ലാം ജപിച്ച് ഈ അന്തരീക്ഷം മൊത്തം ശുദ്ധമാക്കിയിരിക്കുന്ന
ഈ വായു കുറച്ചു നേരം നമ്മൾ ഇവിടുന്ന് ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ വിഷത്തെ മൊത്തം ഈ ഭഗവത് ചൈതന്യമായ വായു ശ്വസിക്കുമ്പോൾ തന്നെ ഇല്ലാതാവും. അപ്പൊ അമ്മയുടെ അരികിൽ എത്ര സമയം നമുക്ക് ഇരിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകുന്നു, അത്രയും നമ്മുടെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളുടെ ദോഷവശത്തെ ഇല്ലാതാക്കിയാണ്. അപ്പോൾ ലക്ഷ്മണൻ ഇങ്ങനെയൊക്കെ ആയപ്പം എനിക്ക് രാവണനെ ഇല്ലാതാക്കാനുള്ള ഒരു സന്ദർഭം ആയല്ലോ, ഇനി ഇത് കഴിഞ്ഞേ പോകൂ. സന്തോഷമായി. എനിക്ക് ഒരു ആത്മസമാധാനം ഈ അമ്മ മുഖേന കിട്ടി. കാരണം എന്താ അറിയോ, ഞാനിങ്ങനെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം രണ്ടുപേരെ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എഴുന്നേറ്റ് പോയാൽ ഞാൻ അപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഇതങ്ങ് അടച്ചു വെച്ചാൽ മതി. എൻ്റെ അർത്ഥം എന്താ, അവർക്ക് എൻ്റെ പ്രഭാഷണം താല്പര്യമില്ല, അപ്പം പിന്നെ പറയണ്ടല്ലോ. അപ്പം ആര് പോകുന്നവർക്ക് ഇപ്പോൾ വേണമെങ്കിൽ പോവാം, അത് സാരമില്ല. ദൂരെ വന്നോട്ട്, ദൂരെ ആയിക്കോട്ട്. ഈ കേരളത്തിലവിടെ അവരുടെ മകൻ ഇപ്പോൾ എയറോട്രാമിൽ പോകുകയാണെങ്കിൽ രാത്രി 12 മണിക്കാണ് പ്ലെയിനെങ്കിൽ അവരെന്ത് പറയും? ഞങ്ങൾക്ക് ദൂരെയാണ് മോനെ, നീ തന്നെ പോവോ എന്ന് അമ്മ പറയൂ. ഇതെന്താ പറയാൻ കാരണം? ഇതിനെ ഉപേക്ഷിക്കാം, മറ്റേതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അത് ട്രാഫ്റ്റ് അയക്കും അമ്മയുടെ പേരിൽ. ഇത് ട്രാഫ്റ്റ് അയക്കും, പക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ല, ഇത്രേ ഉള്ളൂ. നോക്കാം. അപ്പൊ ഇങ്ങനെ എന്തായി, വിഭീഷണന്റെ വാക്ക് കേട്ടപ്പോൾ രാമേന്ദ്രസ്വാമി ഉള്ളിലുള്ള ഈ അജ്ഞത ഇല്ലാതാക്കാനുള്ള സമയമായിരിക്കുന്നല്ലോ എന്ന് അറിഞ്ഞപ്പം പറഞ്ഞു, ലങ്കയിൽ ചെന്നിട്ട് ഞാൻ ഈ രാവണന്റെ എല്ലാ അധർമ്മത്തെയും ഞാൻ ഇല്ലാതാക്കുന്നുണ്ട് എന്നങ്ങോട്ട് പറഞ്ഞു. എന്നങ്ങോട്ട് പറഞ്ഞപ്പോൾ എന്താ ചെയ്തേ, ഈ ആ സമയത്ത് ലക്ഷ്മണൻ വന്നിട്ട് പറഞ്ഞു. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കി ലക്ഷ്മണൻ, എനിക്ക് രാവണനോട് യുദ്ധം ചെയ്യാൻ അങ്ങ് ആദ്യം എന്നെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? രാവണനോട് യുദ്ധത്തിന് പോകാനായിട്ട് തീരുമാനിച്ചപ്പോൾ അനുജനായ ലക്ഷ്മണൻ പറയുകയാണ്, എന്നെ രാവണന്റെ അരികെ യുദ്ധം ചെയ്യാനായിട്ട് ആദ്യം പറഞ്ഞയക്കണം എന്ന് പറയാൻ എന്താ കാരണം? അതൊക്കെ സാമ്യന്നങ്ങ് പറഞ്ഞാൽ മതി. ഇനിയിപ്പോ എന്തോ കാരണം എന്താ എന്താ എൻ്റെ ജീവൻ പോയാലും, എൻ്റെ യുദ്ധത്തിൽ ഞാൻ മരിച്ചാലും എൻ്റെ ജ്യേഷ്ഠനൊന്നും സംഭവിക്കരുത് എന്ന് ചിന്തിക്കുന്ന സഹോദരൻ നമ്മുടെ വീട്ടിലുണ്ടോ? അപ്പോൾ ലക്ഷ്മണനെ പോലൊരു സഹോദരൻ നമ്മുടെ ഭവനത്തുണ്ടായാൽ ആ കുടുംബത്തിലെ അമ്മ എത്ര ഭാഗ്യവതിയാണ്. അപ്പോൾ പറഞ്ഞു, ലക്ഷ്മണൻ പറഞ്ഞതാണിങ്ങനെ. അപ്പം രാക്ഷസന്മാര് ആ സ്വഭാവം നിനക്കറിയില്ല, അവർക്ക് മാനമില്ല, അപമാനമില്ല, എന്തെന്ന് അവർക്ക് തിരിച്ചറിയില്ല, ധർമ്മമില്ല, അധർമ്മം എന്താണെന്ന് അവർക്കറിയില്ല, ധർമ്മം എന്താണെന്ന് അറിയില്ല. രാവണൻ ആരാണെന്ന് എനിക്കറിയാമോ? ശങ്കര ഭഗവാന്റെ ഭക്തനാണ്, അറിയോ? ശിവന്റെ ഭക്തനാണ്. അവന്റെ കയ്യിൽ ശിവൻ കൊടുത്തിട്ടുള്ള ഒരു മഹാ അസ്ത്രമുണ്ട്. ആ അസ്ത്രത്തിന്റെ പേര് ചന്ദ്രകാസം എന്ന് പറയുന്ന അസ്ത്രം കയ്യിലുണ്ട്. അതുള്ളിടത്തോളം കാലം അവരെ പരാജയപ്പെടുത്താൻ എളുപ്പമല്ല. അവനോട് ആര് യുദ്ധം ചെയ്യുന്നുവോ ആ യുദ്ധത്തിൽ തൻ്റെ ശിഷ്യനെ രക്ഷിക്കാനായിട്ട് ശിവൻ അവൻ്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് അനുജ, നീ അവനോട് യുദ്ധം ചെയ്ത് ആലോചിച്ചിട്ട് വേണം. എൻ്റെ അഭിപ്രായം പറഞ്ഞു, ഇപ്പൊ നിനക്ക് രാവണനോട് യുദ്ധം ചെയ്യാനുള്ള ശക്തി ഇല്ല മോനെ. ശ്രീരാമചന്ദ്രസ്വാമി ഈ രാവണന്റെ സ്വഭാവം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അനുജന് മനസ്സിലായി, രാവണൻ ആഗ്രഹിച്ചതേ നടക്കൂ. എന്താണ് രാവണൻ ആഗ്രഹിച്ചത്? ആഗ്രഹിച്ചത് ഇപ്പൊ എന്താ? നല്ല ചാപ്പാട് കിട്ടുമോ എന്ന്. എനിക്ക് മരിക്കുന്നെങ്കിൽ അത് ശ്രീരാമന്റെ കൈകൊണ്ട് മരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മോക്ഷം കിട്ടൂ. അതുകൊണ്ട് ഞാൻ അതിനുവേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണെന്നുള്ള മോഹം ഈ രാവണന്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അധർമ്മം ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് പെട്ടെന്ന് ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ സാധിക്കൂ. അതാ ഇന്നലെ ഞാൻ പറഞ്ഞത്, ക്രോധാൽ ആര്? ക്രോധം കൊണ്ട് ഭഗവാനെ ഭജിക്കുന്ന ആളാണ് ആര്? രാവണൻ. ക്രോധാൽ കംസ, കംസൻ ക്രോധം കൊണ്ട്, രാവണൻ ക്രോധാൽ രാവണൻ. രാവണൻ ക്രോധം കൊണ്ട്, കോപം കൊണ്ട് ഭഗവാനെ ഭജിക്കുക. മനസ്സിലാരാ? എപ്പോഴും രാവണന്റെ മനസ്സിലാരാ? രാമ 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 എന്ന മന്ത്രം ഇങ്ങനെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ രാമന്റെ കൈകൊണ്ട് മരിക്കണം, അതിനുള്ള ചെയ്തികളാണ് ഇതൊക്കെ നടക്കുന്നത്. എന്നിട്ട് ലക്ഷ്മണൻ രാമൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ
ലക്ഷ്മണൻ രാമന്റെ പാദത്തിൽ എങ്ങനെ നമസ്കരിച്ചു. ആ സമയത്തുണ്ട് ഹനുമാൻ ശ്രീരാം ശ്രീരാം എന്ന് പറഞ്ഞുകൊണ്ട് എവിടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ ഒരുത്തനിരുന്ന് പേടിക്കുക. ഈ ഹനുമാൻ സ്വാമിയുടെ മുഖത്തങ്ങോട്ട് നോക്കിയപ്പോൾ ആര് നോക്കി? അവിടെ ആരാ നിൽക്കുന്നത്? 3 പേര് നിൽപ്പുണ്ട്. രാവണൻ നിൽപ്പുണ്ട്, രാമൻ നിൽപ്പുണ്ട്. ഇപ്പൊ ആരാ വന്നത്? ഹനുമാൻ സ്വാമി വന്നപ്പോൾ രാവണനൊന്ന് പയന്ന് വിറച്ചു. ജീവനിച്ചിരി ശക്തനാണ്. അപ്പൊ ഇങ്ങനെ പയന്നങ്ങോട്ട് വിരിച്ചോണ്ട് നിന്നപ്പോൾ പിന്നെ ഹനുമാൻ സ്വാമി നോക്കിയില്ല. രാവണന്റെ 2 ചെള്ളയ്ക്ക് നോക്കി ഒറ്റയടിയുണ്ട്. പിന്നത്തെ കാര്യം പിന്നല്ലോ. ഹനുമാൻ സ്വാമി രാവണന്റെ ചെവിട്ടത്തെങ്ങോട്ട് അടിച്ചപ്പോഴത്തേക്ക് രാവണനും കറങ്ങി കറങ്ങി വീണു. അപ്പോഴാണ് പറയുന്നത്, എന്നോട് യുദ്ധം ചെയ്യാനായിട്ട് എന്നെ അടിക്കാൻ നിനക്ക് താല്പര്യമുണ്ടല്ലോ, പക്ഷെ ഞാനിപ്പോ ഒന്ന് മയങ്ങി വീണതേ ഉള്ളൂ. നീയാണ് കുരങ്ങന്മാരിൽ ഏറ്റവും ശക്തൻ. നോക്കിക്കണം, നിങ്ങളോട് ഇത് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഒന്നര അടിയോളം അങ്ങോട്ട് പൊങ്ങും. ഈ അമ്മയോട് ഞാൻ പറയാണ്, ഈ അമ്മ എന്നും രാമായണം വായിക്കുന്നത്. എന്ത് നല്ല രാമായണ പാരായണം. ഇതങ്ങോട്ട് കേൾക്കുമ്പോൾ മനസ്സിലങ്ങോട്ട് പൊങ്ങും. ഞാൻ വലിയ വായനക്കാരിയാണല്ലോ സ്വാമി, എന്നെ ഒരിക്കലും ഇല്ലേ. നമ്മളെ പുകഴ്ത്താനായിട്ടും അത് കേൾക്കാനായിട്ട് നിൽക്കിയ ആൾക്കാർ. ഇപ്പം ഞാനിപ്പോൾ സപ്താഹമൊക്കെ നടത്തുമ്പോൾ എന്നെ ആ നാട്ടുകാരും അമ്പലക്കാരും കൂടി ഇട്ടങ്ങണ്ട് ഷാളൊക്കെ ഇട്ടങ്ങോട്ട് അണിയിക്കുമ്പോൾ എൻ്റെ മനസ്സിലെന്താ? ലോകത്തിലുള്ള ആചാര്യന്മാരിൽക്കാ ഏറ്റവും വലിയ ആചാര്യനാണെന്ന മനസ്സിലുള്ള ചിന്ത. എനിക്ക് അങ്ങനെ ഇടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് ഞാൻ. എനിക്കങ്ങനെ ആദരവും വേണ്ട, ബഹുമാനവും വേണ്ട. ഇവിടെ എന്താ സംഭവിച്ചതെന്നറിയോ? പറഞ്ഞു, നീയാണ് ബാലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. കാരണം നിന്റെ അടി കൊണ്ടിട്ട് എനിക്ക് ബോധം നഷ്ടപ്പെട്ടല്ലോ. എന്നെ ബോധം ഇല്ലാതാക്കാൻ ലോകത്ത് ആർക്കും സാധിച്ചില്ല, നിനക്ക് മാത്രമേ സാധിച്ചുള്ളൂ. അപ്പൊ നീയാണ് ഏറ്റവും നല്ല ബാലന്മാർ ശ്രേഷ്ഠം എന്ന് പറഞ്ഞപ്പോ നിന്റെ വാക്കൊന്നും എനിക്ക് കേക്കട്ടട മോനെ. എന്നെ പറ്റി പുകഴ്ത്തി പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലടാ. ഞാൻ നിന്നേക്കാൾ കഴിവ് കുറഞ്ഞവനാണ്. ഹനുമാൻ സ്വാമിയുടെ സ്വഭാവം നോക്കി. ഞാൻ രാവണനേക്കാൾ കഴിവ് കുറഞ്ഞവനാണ് എന്ന് പറഞ്ഞു. എനിക്ക് ഒരു കാര്യം ചെയ്യാം, അങ്ങ് മരിച്ചില്ലല്ലോ. കാരണം എൻ്റെ അടി കൊണ്ട് മരിക്കുന്നവരാണ് എല്ലാവരും, പക്ഷെ അങ്ങ് മരിച്ചില്ല. അതുകൊണ്ട് ഞാനാണോ ശക്തൻ, അങ്ങയാണോ? ചിന്ത. അതായത് ഈ പറയുന്ന ഹനുമാൻ സ്വാമി ഒരാളെ അടിച്ചാൽ ആ അടിക്കുന്ന ആളെ പിന്നെ ജീവിക്കില്ല. പക്ഷേ ഈ ഇദ്ദേഹത്തിനെ അടിച്ചപ്പോൾ ജീവിച്ചപ്പോൾ ആരാണ് ശക്തൻ? രാവണനാണ് ശക്തൻ. ഇപ്പം ഞാൻ അങ്ങേക്കാൾ ശക്തി കുറഞ്ഞ ആളാണെന്ന് ഹനുമാൻ സ്വാമി പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് അങ്ങയോട് യുദ്ധം ചെയ്യാൻ വളരെ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. ഇത് കേട്ടിട്ട് എന്തൊരു രാവണൻ ഹനുമാന്റെ ചെകിട്ടത്തൊരടി അങ്ങോട്ട്. ഈ അടി അങ്ങോട്ട് കണ്ടപ്പോൾ ചെവിക്ക് അടി കിട്ടിയപ്പോൾ ഹനുമാൻ സ്വാമി മോഹാലസ്യപ്പെട്ട് വീണു. ഈ ഹനുമാൻ വീണെന്ന് പറഞ്ഞ് ഹനുമാന്റെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഹനുമാനെ സംരക്ഷിക്കാനായിട്ട്. കുരങ്ങന്മാർ ഇഷ്ടംപോലെ. നീലൻ എന്ന് പറയുന്ന കുരങ്ങൻ എന്തറിയോ അവിടെ എത്തി. അപ്പൊ ചുരുക്കം പറഞ്ഞ ഈ നീലൻ വന്നപ്പോ ഭഗവാന്റെ ഈ രാവണന്റെ ചെവിട്ടത്തൊരടി ഹനുമാൻ കൊടുത്തപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. അപ്പൊ നീലന് ഹനുമാന്റെ ചെകിട്ടത്തൊരു അടി കൊടുത്ത് ഹനുമാൻ ബോധമാറ്റി വീണെന്നാണ്. ഉടനെ നീലൻ എന്തറിയോ ഈ എതിർകക്ഷിയായിട്ടുള്ള ഹനുമാനെ അടിച്ച ഈ രാവണന്റെ ശരീരഭാഗങ്ങളൊക്കെ അങ്ങോട്ട് മുറിച്ചിട്ട് ഇതിന്റെ ഓരോരോ അവയവങ്ങൾ എടുത്തിട്ട് അങ്ങോട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ അതായത് കൈ മുറിച്ചിട്ട് കൈ എടുത്തിട്ട് മൃദംഗം അടിക്കും, കാല് മുറിച്ചിട്ട് ഒരു കാല് നിർത്തിക്കൊണ്ട് ഒരു കാലയിൽ നിൽക്കും, ഒരു കാലം എടുത്തിട്ട് അത് വെച്ചിട്ട് നൃത്തം ചെയ്യും. ആ സമയത്തുണ്ട് നാരദമ്മ കിട്ടി. ഇവൻ നൃത്തം ചെയ്യുന്നപ്പോൾ നൃത്തത്തിന് സംഗീതം കിട്ടാൻ സംഗീതം വേണമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലൊരു വീണയുണ്ട്. ആ നാരദന്റെ കയ്യിലുള്ള വീണയുടെ പേര് പറയുന്നത് കൊലിക്ഷം. നാരദന്റെ കയ്യിലൊരു വീണയുണ്ട്. ആ വീണ മീട്ടിക്കൊണ്ട്
ഈ കൈയും കാലും ഈ ചെവിയൊക്കെ എടുത്തുകൊണ്ട് നൃത്തം ചെയ്ത ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ വീണ മീട്ടിക്കൊണ്ട് നൃത്തം ചെയ്തു. ആ നാരദന്റെ കയ്യിലുള്ള വീണയുടെ പേര് പറയുന്നവർ കൊല്ലം. ലളിതാ സഹസ്രനാമം ജപിക്കുന്നവരുണ്ടോ? ഉണ്ടോ? അയ്യോ, രുദ്രവീണയൊന്നും ലളിതാ സഹസ്രനാമത്തിലില്ല. ലളിതാ സഹസ്രനാമത്തിൽ രണ്ടുപേരുടെയും വീണയുണ്ട്. എന്തിനാ പിന്നെ ലളിതാ സഹസ്രനാമം ജപിക്കുന്നേ? ലളിതാ സഹസ്രനാമത്തിൽ നാരദന്റെ വീണയുണ്ട്, നമ്മുടെ കാടാമ്പുഴ അമ്മയുടെ മടിയിലൊരു വീണയുണ്ട്. ആ വീണയുടെ രണ്ടുപേരുടെയും വീണ ലളിതാ സഹസ്രത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ നിങ്ങൾ പറയുന്നതും പാടുന്നതും? അഷ്ടമിയ അച്ചമിയ ഇത് പറയാൻ അപ്പോൾ 1 ലക്ഷം രൂപ എനിക്ക് തരണം. എത്ര ലക്ഷം രൂപ തന്നാൽ ഞാൻ കൊണ്ടുപോകും? ഞാൻ ചെറിയ ബാഗേ കൊണ്ടുവന്നിട്ടുള്ളൂ. ബാഗ് വേറെ തരാമെന്ന്. അപ്പോട്ടെ, ഞാൻ ഇപ്പം തന്നെ പറയാം. അല്ല, എനിക്ക് ലക്ഷങ്ങൾ കിട്ടല്ലേ എന്ന് ആഗ്രഹിക്കുന്നു ഞാൻ. കാരണം ലക്ഷം കിട്ടിയാൽ പിന്നെ എനിക്ക് കാറ് വേണം തോന്നും. എനിക്ക് പിന്നെ ബസ്സിൽ പോകാൻ താല്പര്യമില്ലാതെ വരും. എൻ്റെ ഇപ്പോഴത്തെ കുടിൽ കൊട്ടാരമാവും. വേണ്ടായേ. ലളിതാ സഹസ്രനാമത്തിലെ നാമം ഞാൻ പറയുകയാണ്. മഹതി എന്നാണ് അതിൻ്റെ ശ്ലോകം. പറയൂ, അതെങ്കിലും പറയൂ. മഹതി മേരുനിലയ മന്ദാര കുസുമപ്രിയ. ഉണ്ടോ? 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 ഒരു 3 പ്രാവശ്യം അമ്മയും ധാരണ പറയാം. ബോധമില്ലാത്തവരെ, ഞങ്ങൾ ബോധമില്ലാത്തവരാണ്, ഞങ്ങൾ ബോധമില്ലാത്തവരാണ്, ബോധം തരണേ. അമ്മയും ധാരണ പറയൂ. ഞങ്ങൾ ബോധമില്ലാത്തവരാണ് അമ്മയുടെ മക്കള്. ആ നാരദന്റെ ആ വീണായുടെ പേര് ഇതുവരെ പഠിക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. അമ്മയെ ക്ഷമിക്കണം. മഹതി മേരുനിലയ മന്ദാര കുസുമപ്രിയ. ഓർമ്മയില്ലേ? എന്ത് ചെയ്യും? അത് നിങ്ങൾക്ക് തോന്നല. ഞാൻ പ്രായമായി എന്ന് തോന്നൽ ശരീരത്തിനാ. ഈ അമ്മയുടെ മനസ്സിന് ഇപ്പോൾ യൗവനോ, തലമുടി തരച്ചെന്നേ ഉള്ളൂ. 80 ആയിക്കോട്ടെ, അത് ശരീരത്തിനാ. മനസ്സിപ്പോഴും 23-ൽ നിൽക്കുക. ഞാനിന്ന് കണ്ടു. തലമുടി ശരീരത്തിന്. തലമുടി വെളുപ്പിച്ചത് അത് എന്താ കറുപ്പിച്ചുകൂടാതെ? വേണ്ട, സന്തോഷമായി. അതെ, കറുപ്പിക്കരുതേന്ന് പ്രാർത്ഥിക്കുകയാണ്. കറുപ്പിച്ചവരൊക്കെ ഇപ്പൊ ചുമപ്പിക്കാൻ നടക്കുക. പോട്ടെ പോട്ടെ, കറുപ്പിച്ചവർ ചുമപ്പിക്കാൻ നടക്കുക. ഇത് കറുപ്പിച്ച് ഇപ്പൊ ചുമന്ന് വരിക. അതിന് കറുപ്പിക്കാൻ നടക്കുക ആൾക്കാർ. ചുമന്ന ഭൂതങ്ങളെ പോലെ കുറെ ഭൂതങ്ങൾ. എന്നിട്ട് അതിനെ കറുപ്പിക്കാൻ എന്താ ചെയ്യുന്നത്? ചുരുക്കം പറഞ്ഞ എൻ്റെ അമ്മമാരെ, ഈ പ്രായം എന്ന് പറയുന്ന അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി എത്രയോ അമ്മമാരും അച്ഛന്മാരും ഓടി നടക്കുന്നു. ശരീരം ദുഃഖിച്ചുളിയുമ്പോൾ എന്ത് ചെയ്യുന്ന? പ്ലാസ്റ്റിക് സർജറി നടത്താനും പറ്റിയില്ല. മഹതി. ഇനി കാടാമ്പുഴ അമ്മയുടെ മടിത്തട്ടിലിരിക്കുന്ന വീണയുടെ പേര്, അതിൽ ലളിതാ സഹസ്രനാമത്തിലുണ്ട്. പറയുന്നവർക്ക് 1 ലക്ഷം. ഓക്കായി. ഓർമ്മയില്ലേ? ഇത് പറയാനേ നിങ്ങൾക്ക് എടുക്ക് പറ്റൂ. ഞാൻ ഇവിടുന്ന് നിങ്ങളെ ഇട്ട് പൊരിച്ച് ഇവിടുന്ന് വിടും. ഒന്നുകിൽ പഠിക്കണം, ഇത് പഠിക്കണം, ലളിതാ സഹസ്രനാമം പഠിക്കണം, ഓരോ വാക്കും പഠിക്കണം, എല്ലാം നമ്മൾ പഠിക്കണം. അല്ലാതെ ജപിച്ചൊന്നും. നിങ്ങൾ രാമായണമൊക്കെ വായിക്കുന്നു പറഞ്ഞെങ്കിൽ നിങ്ങൾ രാമായണം വായിക്കാൻ നിങ്ങൾക്ക് അറിയില്ല. രാമായണം വായിക്കുന്നെങ്കിൽ അതിൻ്റെ ഓരോ വരികളുടെയും അർത്ഥം അറിയണം. അർത്ഥം അറിഞ്ഞ് പഠിച്ചെങ്കിൽ മാത്രമേ വായനക്കാരിയാവൂ. ഇടയ്ക്കൊന്നും പറ്റപ്പെടില്ല. അത് നേരെ വായിച്ച് പഠിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വായിക്കണം. അപ്പോഴത് മനസ്സിലാവും. ഇതൊക്കെ നിങ്ങൾ അറിയേണ്ടതാ. ലളിതാ സഹസ്രനാമം വായിച്ചാൽ പോരാ, ആ ഓരോ വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. നിങ്ങൾക്കറിയാം ശ്രീമാത എന്തർത്ഥം, ശ്രീ മഹാരാജ്ഞി എന്തർത്ഥം, ശ്രീമത് സിംഹാസനേശ്വരി എന്തർത്ഥം? വല്ലതും പിടിയുണ്ട? എന്ത്? ശ്രീമാത എന്താ വെച്ചാൽ എന്താ? അമ്മേന്ന് മാത്രല്ല, ലോകത്തിൻ്റെ ജനനിയാണ് അമ്മ. അവ ഈ ലോകത്ത് നിങ്ങളുടെ മാത്രമല്ല,
ഒരു പുഴുവിൻ്റെ അമ്മയാണ്, ഒരു തുരുമ്പിൻ്റെ അമ്മയാണ്. ഈ ലോകത്തിൽ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാത്തിൻ്റെ സൃഷ്ടിയുടെ മാതാവാണ് അമ്മ. നിങ്ങളുടെ മാത്രമല്ല, മഹാരാജ്ഞി. ഇന്ത്യയുടെ അവസാനത്തെ കസേര ഏതാ? ഇന്ത്യയുടെ അവസാനത്തെ കസേരയിൽ ഇരിക്കുന്ന ആളാരാ? അതും അറിയില്ലേ? ഇന്ത്യയുടെ അവസാനത്തെ കസേരയിൽ ഇരിക്കുന്ന ആളാരാ? അതും അറിയില്ല. പിന്നെ എന്തിനെങ്കിലും ഇവിടെ ഇരിക്കുന്നേ? ഇന്ത്യയുടെ അവസാനത്തെ കസേരയിൽ ഇരിക്കുന്ന ആള്, അവസാനത്തെ രാഷ്ട്രപതി, ലോകത്തിൻ്റെ രാഷ്ട്രപതിയാണ് അമ്മ. അതാണ് ശ്രീമാതാ, ശ്രീ മഹാരാജ്ഞി, ലോകത്തിൻ്റെ രാഷ്ട്രപതി, ഈ പ്രപഞ്ചത്തിൻ്റെ രാഷ്ട്രപതി. ഈ പ്രപഞ്ചം സൃഷ്ടിച്ചത് അമ്മയാണ്. സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നത് അമ്മയാണ്. അതാണ് അമ്മയ്ക്ക് ശ്രീ മഹാരാജ്ഞി, ശ്രീമത്ത് സിംഹാസനേശ്വരി. അമ്മയോ? അമ്മ എവിടെ ഇരിക്കുന്നത്? സിംഹാസനത്തിൽ ഇരിക്കുന്നത്. നിങ്ങളിരിക്കുന്ന സിംഹാസനത്തിന്, അമ്മയിരിക്കുന്ന സിംഹാസനത്തിനും പ്രത്യേകതയുണ്ടോ എന്ന് പറഞ്ഞേ. പ്രത്യേകത കുന്തം. നിങ്ങളിരിക്കുന്ന സിംഹാസനത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞേ. അമ്മയുടെ സിംഹാസനത്തിൻ്റെയും പ്രത്യേകത പറഞ്ഞേ. ഈ അമ്മ ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ പേര്, ഇപ്പം എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന അമ്മ ഇരിക്കുന്ന സിംഹാസനത്തിൻ്റെ പേരാണ് കസേര. ഇപ്പം ഇരിക്കുന്നത് ഈ കസേര ഇന്നല്ലെങ്കിൽ നാളെ അത് ഒടിഞ്ഞു പോകുമോ? അല്ല, കേക്ക് നിങ്ങളുടെ സിംഹാസനം ഒടിയുമോ? വീട് പോകുമോ? വീട്ടിലിരിക്കുന്ന കുന്തങ്ങളൊക്കെ പോകുമോ? എന്നാൽ ഒരിക്കലും ഉടയാത്ത, ഒരിക്കലും നശിക്കാത്ത സിംഹാസനത്തിലിരിക്കുന്ന ദേവിയായതുകൊണ്ട് അമ്മയുടെ സിംഹാസനം ശ്രീമത്താണ്. അതാണ് ശ്രീമത് സിംഹാസനേശ്വരി. നിങ്ങളുടെ സിംഹാസനത്തെക്കാൾ വ്യത്യസ്തമായ, ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും കേടുവരാത്ത, ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദേവിയാണ് കാടാമ്പുഴയമ്മ. പിന്നെ മറ്റൊരർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ, സിംഹത്തിൻ്റെ വാഹനമായ, അമ്മയുടെ വാഹനമായ സിംഹത്തിൻ്റെ മുകളിൽ സഞ്ചരിക്കുന്നവൾ, ഹിംസയിൽ ഒന്നാമത്തെ ജന്തു സിംഹം. ആ സിംഹത്തിൻ്റെ മുകളിൽ സഞ്ചരിക്കുന്നവൾ അമ്മ. മനസ്സിലായോ? അങ്ങനെയുള്ള ശ്രീമത്തായ ഇങ്ങനെ 1000 നാമങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ നമ്മുടെ ഈ കാടാമ്പുഴ അമ്മ നൃത്തം ചെയ്യും. പഠിക്കണം, പഠിക്കണം. ലളിതാസഹസ്രനാമം പഠിക്കണം. പടന്തോ നാമാനി പ്രമദപര സിന്ധു നിപതിതാഹ എന്ന് നാരായണീയം പഠിക്കുക. രാമായണം പഠിക്കുക. വായിക്കുന്നു പറയുന്ന വാക്കേ തെറ്റാ. രാവിലെ രാമായണം പഠനം പഠിക്കുക. നോക്കാം. അപ്പൊ ഞാൻ ആരെ അടിക്കുന്നുവോ അവരെല്ലാം ഇല്ലാതാവും. ചുരുക്കം പറഞ്ഞ, രാവണൻ യുദ്ധത്തിനൊരുങ്ങി. ഭഗവാനും രാവണനുമായിട്ട് അങ്ങോട്ട് യുദ്ധം തുടങ്ങി. ലക്ഷ്മണൻ എന്തറിയോ? ഈ നീലന്റെ നേർക്ക് രാവണൻ ആഗ്നേയാസ്ത്രം എറിഞ്ഞുടനെ ലക്ഷ്മണന് സഹിക്കാൻ പറ്റുന്നില്ല. ഈ രാവണന് മയം കൊടുത്ത ഈ വേൽ കൊണ്ട് ലക്ഷ്മണന്റെ മാറിലേക്ക് ആഞ്ഞടിച്ചു. എന്നിട്ട് വേല് ലക്ഷ്മണന്റെ ശരീരത്തെ തറഞ്ഞപ്പോൾ നിലത്ത് ബോധമറ്റ് വീണു. ബോധമറ്റ് കിടന്ന ലക്ഷ്മണനെ ഈ പറയുന്ന എതിരാളിയായിട്ടുള്ള രാവണൻ ഇവനെ കൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടച്ച് തുണ്ടം തുണ്ടമായിട്ട് വെട്ടി നുറുക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് അവിടെ ഒരു സഹായി ഓടിയെത്തുകയാണ്. ആ സഹായി ആരാ? ഹനുമാൻ സ്വാമി. എൻ്റെ ജീവൻ പോയാലും എന്നോടൊപ്പം സഹകരിക്കുന്ന ശ്രീരാമചന്ദ്രന് സമമായിരിക്കുന്ന ലക്ഷ്മണന്, എൻ്റെ ജീവൻ പോയാലും ഞാൻ ലക്ഷ്മണനെ ആർക്ക് കൊടുക്കില്ല? രാവണന് കൊല്ലാൻ കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമി പെട്ടെന്ന് അവിടെ വന്ന് ആ ലക്ഷ്മണ ശരീരം ഈ രാവണൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഹനുമാൻ സ്വാമി ഈ ലക്ഷ്മണന്റെ ആ ശരീരം അങ്ങോട്ട്, ആ ബോധമറ്റ ലക്ഷ്മണന്റെ ശരീരം എടുത്ത് കൊണ്ടൊരൊറ്റ ഓട്ടം. അപ്പോൾ ചുരുക്കം പറഞ്ഞ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ എന്നിട്ട് എന്താ സംശയിച്ച് ഇവനെ ഈ ഹനുമാൻ സ്വാമി വരുന്നതിന് മുമ്പ്
ലക്ഷ്മണൻ ബോധമറ്റ് വീണുടനെ രാവണന് ഈ ലക്ഷ്മണന്റെ ശരീരം നിഷ്പ്രയാസം എടുത്ത് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച ആ രാവണന് രാമന്റെ ശക്തി കൊണ്ട് ലക്ഷ്മണന്റെ ഒരു കൈ അനക്കാൻ പോലും രാവണന് സാധിച്ചില്ല. രാവണന് സാധിക്കാതിരുന്നപ്പോൾ മനസ്സിലായി, എൻ്റെ ശരീരത്തിൻ്റെയും ശക്തി ഇതാ കുറഞ്ഞു കുരിക്കുന്നു. ഞാൻ രാമനോട് എതിരിട്ട് നിൽക്കാൻ എൻ്റെ ശരീരത്തിന് ഇപ്പൊ ശക്തി ഇല്ലാതിരിക്കുന്നു എന്നൊരു ചിന്ത ആർക്കുണ്ടാവുന്നു? ഈ ലക്ഷ്മണന്റെ ശരീരത്തെ എടുത്തൊന്ന് മാറ്റാനോ ശരീരത്തിന്റെ കൈയൊന്ന് മാറ്റിവെക്കാനോ സാധിക്കാത്ത ഒരവസ്ഥ. ഇത്രയും നാൾ അങ്ങനെയല്ലായിരുന്നു എൻ്റെ ശരീരം. ഞാൻ ആരെ അമ്പ ചെയ്തിരിക്കുന്നവോ അല്ലെങ്കിൽ ആരെ അടിക്കുന്നവോ അവ അപ്പം ഇത് മരിക്കും. പക്ഷേ രാവണൻ എന്തറിയോ, രാവണന്റെ ഇതങ്ങോട്ട് കാട്ടണ എൻ്റെ അനുയായികളെ ഒരാൾക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ അടിച്ചതിൻ്റെ അതിൻ്റെ ശക്തിയിൽ കൂടുതലായിട്ടുള്ളൊരു ശക്തി കൊണ്ട് നീ ഇനി ഒരാക്കളെ അടിക്കല് ഇനി അടിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാൻ സ്വാമി തൻ്റെ ശക്തി ഉപയോഗിച്ചിട്ട് രാവണൻ്റെ ചെള്ളയ്ക്കൊരടിയം കൊടുത്തു. അങ്ങനെ അങ്ങ് വീണു ഇല്ലേ. എന്നിട്ട് അടി അങ്ങോട്ട് കൊടുത്തങ്ങോട്ട് പോകുമോ? നമ്മൾ ഈ മുല്ലപ്പൂ പറിച്ചെടുത്തുകൊണ്ട് പോകുന്നത് പോലെ, ലക്ഷ്മണന്റെ ശരീരം പൂവെടുത്തുകൊണ്ട് പോകുന്നത് പോലെ ഈ ഹനുമാൻ സ്വാമി എടുത്തുകൊണ്ട് ഒരു ഒറ്റ പോക്ക് നോക്കിക്കണം. രാമായണം തുറന്നു നോക്കിയാൽ ഹനുമാനെ പോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ പോകുന്ന ഒരു ഭൃത്യനെ ലോകത്തെവിടെയെങ്കിലും കാണാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഇന്നത്തെ യുവാക്കൾ ഹനുമാനെ പോലെ ജീവിക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാൻ ശരീരവും മനസ്സും ധനവും നോക്കാതെ, ഈ ശരീരം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ വേണ്ടി ശരീരം ഉപയോഗിക്കുക. ഇതാണ് നമ്മുടെ പുരാണ കർത്താക്കന്മാരും ഈശ്വരന്മാരും പറഞ്ഞു തരുന്നത്. ദുഃഖം വരുമ്പോൾ നമ്മൾ ആസ്പത്രിയിലല്ല പോകേണ്ടത്, ഭഗവാനെ വിളിക്കാൻ പറഞ്ഞു. മൃത്യുഞ്ജയനെ വിളിക്കാനാണ് നമ്മൾ പറഞ്ഞത്, ശിവനെ വിളിക്കാനാ, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ വിളിക്കാനാ. കൈലാസത്ത് പാർവതി പരമേശ്വരന്മാരുമായിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേവന്മാര് വിഷം കഴിച്ചതിൻ്റെ ആ വിഷത്തിൻ്റെ ജ്വാല കൊണ്ട് സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അവർ ഡോക്ടർമാരെ അല്ല കാണാൻ പോയത്, മൃത്യുഞ്ജയ ഭഗവാനെ. അവിടെ അർദ്ധരാത്രിയിൽ പാർവതി സമയനായിട്ടിരിക്കുന്ന ഭഗവാനെ, ആശ്രിതവത്സ ഞങ്ങളിതാ ദുഃഖിക്കുന്നു എന്ന് പറയുമ്പോൾ, ഭാര്യയും ഭർത്താവുമായിട്ട് രാത്രിയിൽ ഉറങ്ങാനും കിടക്കുന്ന നിങ്ങളുടെ ഭർത്താവ് രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ രാത്രിയിലൊരു ആപത്തുണ്ടായാൽ ഭാര്യ ഭർത്താവിനോട് എന്ത് പറയും? സത്യമേ പറയാവൂ, പോവണ്ട ചേട്ടാ എന്ന് പറഞ്ഞു. എന്നാൽ പാർവതി അങ്ങനല്ല പറഞ്ഞത്. നിങ്ങൾ അദ്ദേഹത്തിനോട് പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരാം. ചിരിച്ചോ? പാർവതി എന്താ പാർവതി ആവണം? ചേട്ടാ, ചേട്ടൻ്റെ ദുഃഖം ഞാൻ കൂടി സ്വീകരിക്കണം. അങ്ങയുടെ ദുഃഖത്തിൻ്റെ പകുതി അനുഭവിക്കാനുള്ളവളാണ് ഞാൻ. അങ്ങയുടെ ദുഃഖം എന്തുണ്ടോ അത് എന്നെ കൂടി കൊണ്ടുവിട്ട് ആ ദുഃഖത്തെ കൂടി അനുഭവിക്കാൻ എനിക്ക് തയ്യാറുണ്ടോ? പാർവതി പരമേശ്വരന്മാരുമായിട്ടാണ് ചിരിച്ചു. കാളകൂട വിഷം കഴിക്കാൻ പോകുന്നു. അതിൻ്റെ ആന്തരികമായ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എന്താ പറയാം? അവിടെ ചെന്നു ഈ വിഷബാധ ഏറ്റിട്ട് ഗുരുവായൂരപ്പന് പോലും ബോധക്ഷയം വന്നെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. മൃത്യുഞ്ജയൻ ചെന്ന ഉടനെ ആ വിഷത്തെ ചെയ്തു. ഇന്നത്തെ ഭാര്യമാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ആ വിഷം താഴോട്ടിറങ്ങി ഭർത്താവിൻ്റെ ആ ശ്വാസം പോകുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഭാര്യയല്ലേ ഇപ്പോ? അനക്കൊണ്ടല്ലോ. നിങ്ങൾ പാർവതിയാവണം. വിഷം അങ്ങോട്ട് കുടിച്ച ഉടനെ പാർവതി ദേവി എൻ്റെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടി ഒരു ദിവസം മൊത്തം ഇരുന്ന് നമശിവായ മന്ത്രം ജപിച്ച ദിവസം ഏത്? അനക്കയില്ല. ശിവരാത്രിയുടെ മഹാത്മ്യം. സ്വന്തം ഭർത്താവായ പരമശിവന്റെ ജീവന് വേണ്ടി ഒരു ദിവസം മൊത്തം ഇരുന്ന് ആഹാരവും ഒന്നും സ്വീകരിക്കാതെ ഭഗവാന്റെ ആയുസ്സിന് വേണ്ടി നാമം ജപിച്ച് ഉറക്കമുളച്ചിരുന്ന് നാമം ജപിച്ച് ഇപ്പോഴത്തെ ശിവരാത്രിയുടെ കഥയൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഇപ്പൊ ശാപ്പാട് കഴിക്കുക, ഉറങ്ങുക, പിന്നെ ഡിസ്കോ ഡാൻസ് വെക്കുക അമ്പലങ്ങളിൽ. ഇതൊക്കെയാണ് ശിവരാത്രി വ്രതത്തിൻ്റെ മഹാത്മ്യം. ഇതൊക്കെ ഇപ്പോൾ ഇത് നടക്കുന്നത്. ഉറക്കമുളച്ചിരിക്കാൻ ഡിസ്കോ ഡാൻസ് വെക്കുക, ഇതൊന്നുമല്ല. പാർവതി പരമേശ്വരന്മാരുടെ ഫോട്ടോ വെച്ചിട്ട് 4 യാമത്തിൽ പൂജ ചെയ്യണം. ആ 4 യാമത്തിൽ പൂജ ചെയ്ത പ്രസാദം വേണം പൂജ അവസാനിക്കുമ്പോൾ രാവിലെ കഴിക്കാൻ. 4ാമത്തെ യാമം പൂജ ചെയ്തതിന് ശേഷം 4 യാമത്തിലും കൊടുത്ത പ്രസാദം കഴിച്ച് വേണം നവരാത്രി ഈ ശിവരാത്രി വ്രതം അവസാനിക്കും.
അപ്പൊ ആദ്യമായിട്ട് ശിവലിംഗം പ്രത്യക്ഷപ്പെട്ട ദിവസം അറിയില്ല, ശിവരാത്രി. ശിവന്റെ ശരീരം ചെറുതാക്കിയിട്ട് ലിംഗമായിട്ട് പലർക്കും അറിയില്ല, ഒരു കുന്തം അറിയില്ല, ഒരു കുന്തം. ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ നടത്തി, ലളിതാ സഹസ്രനാമത്തിലെ ഒരു വാക്കിന്റെ അർത്ഥം അറിയില്ല. എന്താ ഞാൻ പറഞ്ഞത് കേൾക്കൂ. അപ്പോ ആ സമയത്ത് ആഞ്ജനേയ സ്വാമി രാവണന്റെ ആ ചെള്ളയ്ക്ക് അങ്ങോട്ട് അടിച്ചപ്പോഴത്തേക്ക് പുഷ്പം പോലെ എടുത്ത് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അടുക്കൽ കൊണ്ട് ലക്ഷ്മണനെ അങ്ങോട്ട് കിടത്തി കഴിഞ്ഞപ്പോൾ ആരുടെ ചൈതന്യം അപ്പൊ കിട്ടി? അനക്കൊണ്ട് നോക്കും. ശ്രീരാമചന്ദ്രസ്വാമിയുടെ അടുത്ത് കൊണ്ട് ലക്ഷ്മണനെ കൊണ്ട് കിടത്തിയ ലക്ഷ്മണന്റെ ബോധം മാറില്ലേ? ബോധക്കേട് മാറില്ലേ? ആരുടെ ചൈതന്യം ഉണ്ടാവും? ശ്രീരാമചന്ദ്രസ്വാമിയുടെ ചൈതന്യം ലക്ഷ്മണനിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഉള്ള അസുഖം മാറില്ലേ? അപ്പൊ മാറി. രാവണന്റെ ധൈര്യമെല്ലാം നഷ്ടപ്പെട്ടു. മനസ്സിലാക്കിയിട്ടുള്ള ഈ കാര്യം അറിയാവുന്ന ഭഗവാൻ പറഞ്ഞു, നീ എന്നോട് യുദ്ധം ചെയ്യണ്ട. നീ ശരീരം തളർന്നവനായി തീർന്നു, അടി കൊണ്ടുമൊക്കെ നീ തളർന്നു. നീ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ നമുക്ക് യുദ്ധം തുടങ്ങാമെന്ന് പറഞ്ഞു. നോക്കിയണം, നിങ്ങൾ ചെയ്യുമോ? അപ്പൊ ശ്രീരാമന്റെ പാത നോക്കി. നിങ്ങൾ ശ്രീരാമനാവണമെന്ന് പറയാൻ കാര്യം എന്താ? എതിരാളിയായിട്ടുള്ള രാവണൻ ഇപ്പോൾ സകല ധൈര്യവും തൻ്റെ നഷ്ടപ്പെട്ട് നിർജീവനായിട്ട്, ജീവനുണ്ട് ശവം പോലെ ഇരിക്കുക, അത്രേ ഉള്ളൂ. ആ സമയത്ത് ഇരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കൈ കൊണ്ട് ഒരു അടി കൊടുത്താൽ ആര് മരിക്കും? രാവണൻ മരിക്കും. എന്തുകൊണ്ട് കൊന്നില്ല? ഒരു ധർമാത്മാവിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് തളർന്ന് ഇരുന്ന ഒരാളെ കൊല്ലാൻ പാടില്ല. യുദ്ധം ചെയ്തെങ്കിൽ യുദ്ധം ചെയ്താൽ യുദ്ധകളത്തിൽ മരിക്കണം, അല്ലാതെ തളർന്നു കിടക്കുന്നവനെ കൊണ്ട് കുത്തിക്കൊല്ലാൻ പാടില്ല. ധർമ്മത്തിന് അത് മങ്ങലേൽക്കും. ധർമാത്മാവ് രാമൻ അവിടെ അധർമ്മത്തിനെ ഇല്ലാതാക്കുകയാണ്. ഇപ്പൊ ധർമ്മത്തിന് മുൻതൂക്കം കൊടുക്കുകയാണ്. ഇവനിപ്പോ ശക്തിയില്ലാത്തവനായി തീർന്നാൽ അവനെ അമ്പെയ്ത് കൊല്ലാനോ അവനെ അടിച്ചു കൊല്ലാനോ പാടില്ല. നീ ചോദിക്കാൻ ഉറങ്ങ്. ഇപ്പോൾ നിന്റെ ശരീരം അതിന് പറ്റിയതല്ല, എന്നോട് യുദ്ധം ചെയ്യാൻ പറ്റിയതല്ല. നീ നാളെ വന്നാ മതി. ആകെ പരാജയപ്പെട്ട് തളർന്ന് ഹനുമാന്റെ അടി കിട്ടിയ ഉടനെ, സത്യം പറയട്ടെ, അടി നല്ലോണം കിട്ടിക്കഴിഞ്ഞാൽ ഈ അടിക്കുന്ന ആളിനെ നിങ്ങൾ ഓർക്കില്ലേ? ചിരിച്ചു. എന്താ കഥ? നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ചെള്ളയ്ക്ക് എപ്പോഴെങ്കിലും ഒരു അടി കിട്ടി, ആ അടി കൊണ്ട് ചെവിക്ക് വേദന വന്നാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഭർത്താവിനെ മറക്കില്ല. ചിരിച്ചോ? ഭർത്താവിന് മറക്കത്തേയില്ല. കാരണം ആ ചെള്ളയ്ക്ക് അടി വെച്ചിട്ടുള്ള ചെവിക്ക് വേദന എന്നും ഓർക്കും. ഇവിടെയും ഈ പറയുന്ന ആര് രാവണൻ ഹനുമാൻ വരുന്നോ, അടി ഇപ്പൊ ഉറക്കെ പുറകിലുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് മുമ്പോട്ടും പുറമോട്ടും നോക്കിയിട്ട് തളർന്ന് കൊട്ടാരത്തിൽ ചെന്നപ്പം എല്ലാരെയും വിളിച്ചു, നാട്ടുകാരെയൊക്കെ വിളിച്ചു. കുറെ 3/4 ഭാഗം ചത്തു. എന്നിട്ട് ഒരു പ്രഭാഷണം നടത്തുകയാണ്. എന്തറിയാ? നാളെ ഞാൻ ശ്രീരാമചന്ദ്രസ്വാമിയോട് യുദ്ധം ചെയ്യാൻ പോകുന്നു. ജീവിച്ചിരിപ്പോരിൽ ഞാൻ ഇന്ന് വരെ നിങ്ങൾക്ക് അന്നം തന്നു. എന്നോട് സ്നേഹമുള്ളവരൊക്കെ നാളെ യുദ്ധത്തിന് എന്നോടൊപ്പം വരിക. നമ്മൾ പോകുമോ? നമ്മളാരും, ഈ അമ്മ പറയുന്നത് സത്യം, നമ്മളാരും ഉണ്ട ചോറിന് ഉചിതം കാണിക്കാത്തവരാ. നിങ്ങൾക്കറിയാമോ പൂതനാമോക്ഷം കഥ? നിങ്ങൾക്ക് അറിയാമോ? പറഞ്ഞ സമയം പോയെന്ന് തോന്നുന്നു. പൂതനാമോക്ഷം കഥ അറിയാം? പൂതന ഭഗവാനെ കൊല്ലാനായിട്ട് പോന്നോ? ഭഗവാന് വിഷം കൊടുക്കുന്ന പൂതനയ്ക്ക് മോക്ഷം കൊടുത്തോ? എന്താ കാരണം? നിങ്ങൾ ഭാഗവതം കേൾക്കുന്ന ആളല്ലേ? പൂതനെ പോലെ ഭക്തിയുള്ള സ്ത്രീയില്ല. പൂതന ജീവിക്കുന്ന എന്നിട്ടില്ലേ, എന്താ ഞാനിത് പറയാൻ കാരണം വെച്ചാൽ, നമുക്കുള്ള ജീവിതത്തിൽ ഇതേപോലുള്ള സന്ദർഭം ഉണ്ടാവും. സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവും. ദുഃഖം വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുക, കൂടുതൽ സ്നേഹം വരുമ്പോൾ കൂടുതൽ സന്തോഷിക്കാനും പാടില്ല. ഇതെല്ലാം നമ്മുടെ കർമ്മം. കറണ്ട് പോയത് കർമ്മം, കുറച്ചു നേരം എൻ്റെ പ്രഭാഷണം നിർത്തിവെച്ചത് കർമ്മം,
എന്ന് വെച്ചിട്ട് ഈ ബൈക്ക് പോയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവരെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. അത് ഞാൻ അനുഭവിക്കേണ്ട കർമ്മമാണ്. അപ്പോൾ നോക്കാം. അപ്പോഴാണ് എല്ലാവരെയും വിളിച്ചു. നാളെ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരാൻ ആരെങ്കിലും ഉണ്ടോ? മനുഷ്യൻ്റെ സ്വഭാവമുള്ളവരാരും പോവില്ല. ഈ അമ്മ എന്നുവെച്ചാൽ രാവണൻ്റെ എല്ലാ സ്വത്തുക്കളും തിന്ന് അരിയും തിന്ന് സാമ്പാർ കഴിച്ചേ അവസാനം രാവണന് എന്തെങ്കിലും ദുഃഖം വരുമ്പോൾ പോകാത്തവര് നന്ദി കെട്ടവരാ. ശരിയാണോ? പൂതനതല്ല. അതായത് വാമനാവതാരത്തിൽ വാമനെ കണ്ടപ്പോൾ ചെറിയൊരു കുഞ്ഞിങ്ങനെ വരുന്ന കണ്ടു. മുലയിൽ കൂടി മുല കൊടുക്കണം തോന്നി. ഭഗവാനെ അങ്ങേക്ക് ഈ മുലയൊന്ന് തന്നാൽ കൊള്ളാമെന്ന് തോന്നിയപ്പോൾ നിന്റെ മുല കുടിക്കാനുള്ള സമയമല്ല നിനക്ക് ഞാനൊരു സന്ദർഭം ഉണ്ടാക്കി തരാം. ആ സന്ദർഭമാണ് യജമാനായ കംസന്റെ ജോലിക്കാരിയായ പൂതനയ്ക്ക് തൻ്റെ മാറിലെ ഉള്ള ആ വെളുത്ത പാല് സ്വന്തം ഇഷ്ടമനുസരിച്ച് കൊടുക്കുകയും യജമാനൻ ചെയ്ത വിഷം ഞാൻ അങ്ങേക്ക് തരുന്നു, ഞാൻ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പൂതന എങ്ങനെ പൂതനയുടെ മുല കുടിച്ചത്. നാരായണത്തിലെ ശ്ലോകം പറയുന്നവർക്ക് ഒരു സമ്മാനം. അതൊന്നുമല്ല, പൂതനാമോക്ഷത്തിലെ 6ാമത്തെ ശ്ലോകമാണ്. ആ ശ്ലോകം കാണാതെ പറയുന്നവർക്ക് 1,00,000 രൂപ ഇപ്പം പോയി. പൂതനാമോക്ഷത്തിലെ 6ാമത്തെ ശ്ലോകം ആമ്രഫലം എന്ന് പറയുന്ന ഒരു ഫലം അതിനകത്ത്. ആമ്രഫലം എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക്? അതും അറിയില്ല. എന്തിനെ പിന്നെ നാരായണി വായിക്കുന്നേ? ആമ്രം എന്ന് വെച്ചാൽ മാമ്പഴം. മറന്നു പോകരുത്, ആ മാമ്പഴം എന്നാണ്. മാമ്പഴത്തിന് പ്രത്യേകതയുണ്ട്. ഏത് മാമ്പഴം അമ്മേ നല്ല മാമ്പഴം? അതും അറിയില്ല. ഏത് മാമ്പഴമാണ് നല്ല മാമ്പഴം? പൂതനയുടെ മുല കുടിച്ച മാമ്പഴത്തിന്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഈ അമ്മ വെള്ളം കുടിക്കാൻ തന്നെങ്കിൽ ഈ വെള്ളം തന്നതിൻ്റെ ഒരു ഗുണം അമ്മയ്ക്ക് കിട്ടും. എപ്പോഴാണെന്നറിയോ? ഈ അമ്മയെ ഇവിടുന്ന് കൊണ്ടുപോകുമല്ലോ ആൾക്കാർ കൊണ്ടുപോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ യമധർമ്മരാജാവിന് പോത്തിൻ്റെ കൊമ്പുമായിട്ട് കുറച്ച് ആൾക്കാരുണ്ട്. യമധർമ്മരാജാവ് നടുക്കിരിപ്പുണ്ട്. നീ ആ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തു കോമളെ എന്ന് ചോദിച്ചു. ഞാൻ ആ കൃഷ്ണാനന്ദ സ്വാമി പ്രഭാഷണം നടത്തിക്കുമ്പോൾ നമ്മുടെ കാടാമ്പുഴ അമ്മയുടെ മുമ്പിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു. അപ്പം നീ ആ വൈകുണ്ഠത്തിൽ നന്ദനോദ്യാനത്തിൻ്റെ ഒരു ഭാഗത്തെ പൂക്കൾ പറിക്കാനായിട്ട് നിന്നെ നിയോഗിച്ചിരിക്കും. ഭാഗ്യല്ലേ? വൈകുണ്ഠത്തിൽ പോണോ? വേണ്ടാന്ന്. ഇല്ല, ഈ അമ്മയോട് ചോദിച്ചു, ഈ അമ്മ എന്തിനാ ഇവിടെ ഇരിക്കുന്നേ? വൈകുണ്ഠത്തിൽ പോണോന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന്. എന്താ കഥ അല്ല? കേക്ക് ഇന്ന് അമ്മ രാമായണം വായിച്ചത് എന്തിനാ? രാമന്റെ അടുത്ത് പോനാ, കൃഷ്ണന്റെ അടുത്ത് പോനാ. രാമന്റെ അടുത്തും കൃഷ്ണന്റെ അടുത്തൊക്കെ തുല്യം. ഈ 2 ഇടത്തും പോകുന്ന വെച്ചാൽ വൈകുണ്ഠം എന്നാണ് പേര്. വൈകുണ്ഠത്തിൽ പോണെങ്കിൽ അവിടെ 7 കവാടമുണ്ട്. അമ്മയ്ക്ക് 7 കവാടമുണ്ട് കേട്ടാ. ഈ 7 കവാടത്തെ നിയന്ത്രിക്കണം. ഈ കവാടത്തിന്റെ പേര് വരട്ടെ. 7 ഏതാ? പരിയാരം കിടന്ന് അവിടെ ചെല്ലുമ്പം വൈക്കത്തപ്പനെ കാണാൻ പോവല്ലോ, ആ 6 കഴിയണം. പിന്നെ മനസ്സും കൂടി ചേരുമ്പോൾ 7 ഇതിനെ നിയന്ത്രിക്കുന്ന ഒരാൾക്കെ വൈകുണ്ഠം കിട്ടും. അത് കിട്ടും. അല്ല, അത്ര ഇതല്ല എന്ന് മനസ്സിൽ കാണുന്നതും ഭക്തിയാണ്. ഞാനൊന്നും ആയില്ല എന്ന് പറയുന്ന ഭക്തിയാണ്. അപ്പോൾ വൈകുണ്ഠത്തിൽ പോകണം. ആർക്കെങ്കിലും പോകണമെങ്കിൽ പടിയാറും കടന്ന് അവിടെ ചെല്ലണം. 6 പടി ഏതൊക്കെയാ? താഴെ കുണ്ടലി മുതൽ മേപ്പോട്ടെന്ന് 6 അതിനെ പാമ്പിനെ പോലെ വളഞ്ഞു കിടക്കുകയാണ്. അതിനെ നിവർത്തിക്കണം. ഏതാ? വൈക്കത്തപ്പത്തിലെ പടിയല്ലത്. നിങ്ങളുടെ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളായിട്ടുള്ള 6 പടികൾ കടന്ന് ആ സഹസ്രാരപത്മത്തെയൊക്കെ മറികടന്ന് എല്ലാം ഈശ്വരനാണെന്നുള്ള ചിന്ത ഉണ്ടായിട്ടുള്ള ഒരാൾക്ക് വൈകുണ്ഠത്തിൽ കിട്ടൂ. വൈകുണ്ഠത്തിൽ പോകാനുള്ള ആദ്യത്തെ പടിയാണ് രാമായണം വായിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. കുംഭകർണനെ വിട്ടാൽ
നമ്മുടെ പ്രശ്നം തീരും. രാമനെ കൊല്ലാൻ ഒരു പ്രയാസവും ഇല്ല. കുംഭകർണന് അനുജനാണല്ലോ. രാവിലെ രാവണന് എത്ര ദിവസമായി ഉറങ്ങിയിട്ട്? രാവണന് ഉറങ്ങിയിട്ട് കുറേ നാളായി. രാവിലെ എഴുന്നേറ്റ് ഉറക്കം വരാത്ത രാവണൻ നേരെ കുംഭകർണൻ്റെ അരികെ ചെന്നിട്ട് പറഞ്ഞു, പൊന്നരിജ, നീയാണ് എനിക്കൊരു ആശ്രയം, എല്ലാം നഷ്ടപ്പെട്ടു. നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ സൈന്യങ്ങളെയൊക്കെ കൊന്നത് കണ്ടില്ലേ? നമ്മുടെ ഒരു അമ്മയുടെ മക്കളല്ലേ? അതുകൊണ്ട് ഞാൻ നിനക്ക് എന്തു വേണമെങ്കിലും തരാം. നീ ആ രാമനെ ഇല്ലാതാക്കാനും രാമൻ്റെ സൈന്യങ്ങളെ ഇല്ലാതാക്കാനും അവരെല്ലാം ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ കഴിവില്ല. കഴിവില്ലാത്ത സമയത്ത് നമുക്ക് എപ്പോഴും ഉപദ്രവവും ദുഃഖമായിരിക്കും ഫലം. ഈശ്വരാനുഗ്രഹം നമുക്കില്ല. മനസ്സിലായോ? ഈശ്വരാനുഗ്രഹം നമുക്കില്ലാതെ വരുമ്പോൾ നമുക്ക് നഷ്ടപ്പെടും. ഈശ്വരാനുഗ്രഹം ഉണ്ടാവുമ്പോൾ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും. രാമായണത്തിൽ ഏത് കഥാപാത്രമാണ് അങ്ങനെ നമുക്ക് പ്രസ്താവിക്കുന്നത്? പറയുന്നവർക്ക് 1 ലക്ഷം. അനക്കില്ല. ഈശ്വരാനുഗ്രഹം നഷ്ടപ്പെടുമ്പോൾ എല്ലാം നഷ്ടപ്പെടുകയും ഈശ്വരാനുഗ്രഹം നമുക്കുണ്ടാവുമ്പോൾ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുകയും ചെയ്യുമെന്ന് പറയുന്ന രാമായണത്തിലെ കഥാകോളം പറയുന്നവർക്ക് 1 ലക്ഷം. സീതയെന്ന് മാത്രം പറഞ്ഞപ്പോലെ സന്ദർഭം പറയണം. ജടായു എന്ന പക്ഷിശ്രേഷ്ഠനെ അരിഞ്ഞു വീഴ്ത്തി കഴിഞ്ഞപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ശരീരഭാഗങ്ങൾ അരിഞ്ഞു വീഴ്ത്തുന്നു പറഞ്ഞാൽ നമുക്ക് കർമ്മം ആ തരത്തിലാണ്. എന്നിട്ട് സമ്പാദി എന്ന് പറയുന്ന ആ പക്ഷിശ്രേഷ്ഠൻ്റെ കഥ പറയുമ്പോൾ അവിടെ ഒരു സന്യാസി ശ്രേഷ്ഠനോട് ചോദിച്ചു, എൻ്റെ അനുജനെ രക്ഷിക്കാനായിട്ട് സൂര്യൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എൻ്റെ ചിറകുകൾ കത്തിക്കരിഞ്ഞു, അതുകൊണ്ട് പക്ഷിക്ക് ചിറകിലാണ് ശ്രേഷ്ഠം. നിലത്ത് വീണു, എഴഞ്ഞെഴഞ്ഞ് ചെന്നപ്പോൾ പറഞ്ഞു, എന്തെങ്കിലും ഈ പക്ഷിയായിട്ടുള്ള എനിക്ക് ചിറക് മുളയ്ക്കുമോ മഹാത്മാവേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിനക്ക് എന്ന് സീതയുടെ കാര്യം പറയാനുള്ള അവസരമുണ്ടാകുമോ അന്ന് നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും എന്ന് പറയുന്നതിൻ്റെ ആന്തരികമായ അർത്ഥം, നമുക്ക് നല്ല സമയമാകുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടും. നമുക്ക് സമയദോഷം ഉണ്ടാവുമ്പോൾ കഷ്ടങ്ങളും ദുഃഖങ്ങളും ആസ്പത്രി കേസും അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ നിരാശപ്പെടരുത്. ആ സമയത്ത് ഈശ്വരവചനം കർക്കടക മാസം ദുർഘടമാസം എന്ന് പറയുമ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു 2-3 ദിവസം കഴിയുമ്പം ഈ ബുക്ക് നിങ്ങൾ അടച്ചു വയ്ക്കല്ലേ, അടുത്ത വർഷം ചെതലെടുക്കാതെ ഇരിക്കുകയാണെങ്കിൽ എടുത്ത് വായിക്കരുതെന്നർത്ഥം. ഇത് ചെതലെടുക്കാതെ സൂക്ഷിക്കുക. എല്ലാ ദിവസവും രാമായണം വായിക്കുക. കർക്കടകത്തിൽ മാത്രം വായിക്കുന്ന എന്തിനാ? ഇന്നലെ മാഷു പറഞ്ഞതുപോലെ മിഥുനം കർക്കടകം മാസങ്ങളൊക്കെ ദുരിതങ്ങളും ദുഃഖങ്ങളും മഴയും മറ്റുള്ള ഇതെല്ലാം ഈ പണത്തിന് കുറവ്, രോഗങ്ങൾ കൂടുതൽ, മരണനിരക്ക് കൂടുതൽ, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പണ്ടേ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവങ്ങളെ ഒരു അറുതി വരെ ഇല്ലാതാക്കാൻ ആത്മീയമായിട്ടുള്ള ചർച്ചകൾ, പുരാണപാരായണങ്ങൾ, ഇതൊക്കെ മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാവുമ്പോൾ രോഗങ്ങളും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകളൊക്കെ മാറിക്കിട്ടും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈശ്വരവചനമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞതനുസരിച്ചിട്ടാണ് ഈ കാലങ്ങളൊക്കെ പറയാം. അപ്പോൾ അന്നേരം എന്താ ഇത് പറയാൻ കാണിച്ചാൽ, ശിവഭഗവാന് തുല്യനായ ഒരാളായിട്ടാണ് കുംഭകർണനെ കാണുന്നത്. ശിവന്റെ അത്രയും ശക്തി ഈ കുംഭകർണൻ ഉണ്ടായതുകൊണ്ട് നമുക്ക് രാമനെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് പറഞ്ഞ ഉടനെ ഏതായാലും, പക്ഷേ കുംഭകർണന് ആഹാരം കൊടുത്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായുള്ളൂ. നല്ല ഈ കുംഭകർണന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഇല്ലേ? നല്ല മാംസാഹാരം വെച്ച് അതിൻ്റെ ഗന്ധം കേൾക്കുമ്പോൾ കുംഭകർണന്മാരെ ആ വെക്കുന്നിടത്തോട്ട് ഓടി ചെല്ലില്ലേ? അതിനൊക്കെ ഉണ്ടല്ലോ. അല്ല, കഴിക്കുന്നവർ ചെല്ലും. ഇപ്പോ ഹിന്ദുക്കളുടെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ കുംഭകർണന്മാരല്ലേ ചെല്ലുന്നത്? ഇല്ലേന്നോ? സത്യത്തിൽ ഹിന്ദുക്കളുടെ കല്യാണം നടത്തേണ്ടത് എവിടെ? പാർവതി പരമേശ്വരന്മാരുടെ കല്യാണം നടത്തിയത് പാർവതിയുടെ ഭവനത്തിലാണ്. നമ്മളിതൊക്കെ മാറിക്കഴിഞ്ഞിപ്പോൾ എവിടെയാ മണ്ഡപം? നിങ്ങളുടെ വീടാണ് നിങ്ങളുടെ കല്യാണ മണ്ഡപം ആവേണ്ടത്. അതാണ് നല്ല സൽക്കർമ്മത്തിന്. നിങ്ങളുടെ മകളെ
വളർത്തി വലുതാക്കിയ ഭവനത്തിൽ, ജീവിച്ച ഭവനത്തിൽ വേണം മണ്ഡപം ഒരുക്കിയിട്ട് കല്യാണം നടത്താൻ പുരാണങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അതിനെ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകും. സാത്വികമായ ഭക്ഷണം കഴിക്കണം എന്നാണ് കല്യാണത്തിൽ ഇരിക്കുന്ന ദേവീദേവന്മാർ നമുക്ക് പറഞ്ഞെങ്കിൽ, കല്യാണത്തിൻ്റെ തലേന്ന് മൃഗീയമായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ അവർക്കുണ്ടാവുന്ന സന്താനങ്ങൾ മൃഗീയമായ രീതിയിലുള്ള സന്താനങ്ങൾ ഉണ്ടാവും, യാതൊരു സംശയമില്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ സന്താനങ്ങൾ. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ പോകേണ്ടത് കാടാമ്പുഴ അമ്മയുടെ സന്നിധാനത്തിലേക്കാണ്. അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കണം, അമ്മയെ ഞങ്ങൾക്ക് സൽസന്താനങ്ങൾ ഉണ്ടാവാൻ അമ്മ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വേണം അവർ സന്താനോത്പാദനം നടത്താൻ. ഇനി മനുഷ്യന് സന്താനോത്പാദനം നടത്താനുള്ള സമയം അർദ്ധരാത്രി കഴിഞ്ഞാണ്. ഇനി എവിടെയാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനെ പറ്റി പറയുന്ന ഗ്രന്ഥത്തിന്റെ പേരാർക്കെങ്കിലും അറിയാമോ? അറിയാം. മനുഷ്യന്റെ ജീവിതത്തെ പറ്റി അറിയാനുള്ള ഗ്രന്ഥം രാമനാമൊന്നും അല്ല, രാമായണം അല്ല, മനുസ്മൃതി. മനുസ്മൃതി എന്ന് പറയുന്ന മഹൽ ഗ്രന്ഥമുണ്ട്. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം, കല്യാണം എങ്ങനെ നടത്തണം, ഇതെല്ലാം മനുസ്മൃതി, മനുഷ്യന്റെ കാര്യങ്ങൾ അറിയാവുന്ന മഹൽ ഗ്രന്ഥം. ആ മനുസ്മൃതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ സത്യത്തിൽ ഒരു ഭക്തനായി തീരുകയുള്ളൂ. ഭക്തന്റെ ലക്ഷണം എന്താ? ഭഗവത്ഗീതയിൽ പറയുന്നു, മാഷ് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു ലക്ഷണം നിങ്ങൾക്കുണ്ടോ? അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവജ നിർമ്മമോ. ബാക്കി കുന്തം. ഭഗവത്ഗീതയിലെ ഭക്തന്റെ ലക്ഷണം പറയുന്നത്. അദ്വേഷ്ട, ചന്ദനക്കുറി ഇട്ടാൽ എൻ്റെ ഭക്തനാന്ന് പറയുന്നില്ല. കണ്ടോ കണ്ടോ, നല്ല കുങ്കുമം ഇട്ടിട്ടുണ്ട്, ചന്ദനം ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? ഇവരൊന്നും ഭക്തരല്ല. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവജ നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി. സങ്കടം വരുമ്പോൾ ആത്മഹത്യ ചെയ്യരുത്, സങ്കടം വരുമ്പോൾ ആത്മഹത്യ ചെയ്യരുത്. സുഖവും ദുഃഖവും തരുന്നത് ഭഗവാനാ, അമ്മയാ. കേട്ടോ, സുഖവും ദുഃഖമൊക്കെ തരുന്നത് സമമായി കാണണം. ഇതെൻ്റെ അമ്മയാ തന്നത്. അങ്ങനെയുള്ളവർ എനിക്കിഷ്ടം. കൊതുകിനെ കൊല്ലരുത് കേട്ടാ, ചിരിച്ചോ. കൊതുകിനെ നിങ്ങളുടെ സുഹൃത്തായി കാണണം. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും എൻ്റെ കുടുംബത്തിലെ അംഗമായിട്ട് ആര് കാണുന്നവോ അവരെൻ്റെ ഭക്തരാണ്. കൊതുകിനെ കൊല്ലരുത്. ജീവൻ കൊടുക്കാൻ പറ്റുമോ? കൊതുകിന് ജീവൻ കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ ഇതുപോലെ തല്ലിക്കൊന്നാലോ? അനക്കൊണ്ട് നിങ്ങളുടെ ജീവൻ പോലല്ലേ കൊതുകിൻ്റെയും. ഈ കൊതുകിനെ പോലും നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായിട്ട് കാണിക്കുന്നവരാരാണോ അവരെൻ്റെ ഭക്തർ. അങ്ങനെ അപ്പൊ ഇങ്ങനെ 12-13 കൂട്ടം കാര്യങ്ങൾ അടങ്ങുന്നവരാണ് ഭഗവാന്റെ യഥാർത്ഥ ഭക്തർ. അല്ലാതെ വെറുതെ കൈ കൂപ്പിയിരുന്ന് രാമ 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 എന്ന് പറഞ്ഞാൽ പോരാ. നമുക്ക് കൈ തന്നിട്ടുണ്ട് അധ്വാനിക്കുക, നമുക്ക് കർമ്മം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അർജുനൻ എന്ന കഥാപാത്രത്തെ ശിഷ്യനാക്കി കണ്ടുകൊണ്ട് ഭഗവാനാകുന്ന ഗുരു അർജുനുണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കുമ്പോൾ ഭഗവാനെ സമമായിട്ട് കാണുന്ന ഒരു ഭാവത്തിലേക്ക് എത്തിക്കുകയാണ് ഗുരുവിൻ്റെ ഒരു ഗുരു എന്ന് പറയുന്ന ഭഗവാന്റെ ലക്ഷ്യം. ഒന്നും അറിയാൻ വയ്യാത്ത ഒരു ശിഷ്യനെ ഭഗവാന് തുല്യനാക്കി തീർക്കുന്ന ആ ഉപദേശങ്ങളാണ്. എത്ര അധ്യായം? അതും അറിയില്ല മൂടര്. 18 അധ്യായങ്ങളിൽ കൂടി പറഞ്ഞിരുന്നു. 18 എന്ന് പറഞ്ഞാൽ അറിയാവുന്നെന്ന് പറഞ്ഞേ. 18 സംഖ്യ വരുന്നത് 18. പുരാണങ്ങൾ എത്ര ഉണ്ട്? 18. ഭഗവത്ഗീതയുടെ അധ്യായങ്ങൾ എത്ര? 18. അയ്യപ്പൻ്റെ 18 പടി. പിന്നെ അങ്ങനെ 18, 9, 108 ഇതൊക്കെ ഭഗവാന്റെ ഇഷ്ടമായ സംഖ്യകളാണ്. 1 + 8 = 18. 1 + 8 = 9. നവദുർഗ, നവാക്ഷരി, നവരാത്രി. മനസ്സിലായോ? 1, 8, 9 ബന്ധം. 1 + 0 = 8 = 108 ഉം 9 ഉണ്ടോ? അനക്കൊണ്ട് 1 + 0 + 8 = 108. 1 + 0 + 8 = എന്താ കഥ? ഇനി കമ്പ്യൂട്ടർ വേണോ? 1 + 0 + 8 = 108. 1 + 0 + 8 = എത്ര? എന്താ കഥ? 1നോട് 0 ചേർന്ന എന്താ? 1നോട് 0 ചേർന്ന 10. ആര് പറഞ്ഞു? 1 + 0 എന്നാ.
1. ആ ആരാ പറഞ്ഞേ കേട്ടോ? ഞാനിനി ഗണിതശാസ്ത്രം കൂടെ പഠിപ്പിക്കണമല്ലോ. അതിൻ്റെ കൂടെ 8 കൂടെ ചേരുമ്പോൾ 9. അപ്പോൾ 108ഉം 9ഉം തമ്മിൽ അടുത്തല്ലേ? ദേവിയുടെ മറ്റൊരു ഭാവമാണ് ഏത് 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 മന്ത്രം? ഗായത്രി മന്ത്രം. ഗായത്രി മന്ത്രം ചൊല്ലിയേ. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. എത്ര അക്ഷരമുണ്ട്? പഠിക്കണ്ട. ഒരു തത്തെ പിടിച്ചിട്ട് കൊണ്ടിരുത്തിയാൽ ഇതിലും ഭേദം. ഗായത്രി മന്ത്രത്തിന്റെ അക്ഷരങ്ങൾ എത്ര? അനക്കില്ല, അനങ്ങരുത്, പഠിക്കരുത്. 24 അക്ഷരം. അതെങ്ങനെയാണ് അറിയണമെങ്കിൽ അത് കുറച്ച് ക്ലാസ് എടുത്തെങ്കിലേ പറ്റും. ഇപ്പം പറ്റില്ല, ഇപ്പം സമയമായിക്കൊണ്ടിരിക്കാം. 24 അക്ഷരം പറഞ്ഞാൽ മതി. എന്തെങ്കിലും സന്ദർഭം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇനി ഞാൻ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞു. അപ്പോൾ ഇത് നോക്കാം. 9 ദിവസം കൊണ്ട് ആഹാരമൊക്കെ കൊടുത്ത് ഉറക്കുക. ഈ ഉറക്കിയ ആളിനെ എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. എഴുന്നേൽപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്തു? നല്ല ഇഷ്ടമുള്ള ആഹാരം കൊടുക്കുമ്പോൾ തനിയെ ഉണരും. അപ്പോൾ അവരെന്ത് ചെയ്തു? മാംസമൊക്കെ ഉണ്ടാക്കി രക്തത്തിൻ്റെ മണം കേൾക്കുമ്പോൾ ഉണരും. ഇതല്ലേ നമ്മുടെ സ്വഭാവം. നമുക്ക് കൂടുതൽ ഏതിനോടാണോ താല്പര്യം കൂടുതൽ, ആ താല്പര്യമായിട്ട് മനസ്സുണ്ടാവും. അപ്പോൾ ഈ മനസ്സ് ഏതിനോട് താല്പര്യം ഉണ്ടായതുകൊണ്ടോ അഹന്താ മമതകൾ ഉള്ളവർക്കൊക്കെ അതിനോട് ചേരുമ്പോൾ അത് താല്പര്യം ഉണ്ടാവും. അതാണ് മാംസവും രക്തവും എടുത്തുകൊണ്ട് ഈ കുംഭകർണൻ ഉറങ്ങിക്കിടക്കുന്ന 9 ദിവസം കൊണ്ട് ഉറങ്ങിക്കിടക്കുന്ന കുംഭകർണൻ്റെ ഈ മൂക്കിനകത്ത് എടുത്ത് വെച്ചപ്പോൾ ഇതിൻ്റെ മണം കേട്ടപ്പോൾ തനിയെ ഉണർന്നു കഴിഞ്ഞാൽ ഈ 9 ദിവസം കൊണ്ട് കൊടുത്ത ആഹാരം മൊത്തം എന്തായി മാറി? ഉണർന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് പാല് കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുട്ടിക്ക് പിന്നെയും കരച്ചിലുണ്ടാവും. പിന്നെന്ത് ചെയ്യും? ഈ അമ്മമാർ കുട്ടികളെ വളർത്തിയിട്ടുമില്ല, പാല് കൊടുത്തിട്ടുമില്ല. പാല് കൊടുത്തിട്ട് കുട്ടി ഉറങ്ങിയിട്ട് അത് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അത് കരയുമ്പോൾ നിങ്ങൾ ആ കരച്ചിൽ മാറ്റം ചെയ്യും. ആ പാല് ഇത് ഞാൻ പ്രസവിച്ചെങ്കിൽ ഞാൻ തന്നെ ഉത്തരം പറഞ്ഞേനെ. നിങ്ങൾ പ്രസവിച്ച നിങ്ങളോട് ചോദിച്ചപ്പോൾ ഇത് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രസവിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുത്തനി. എന്താ കഥ? ആ അപ്പോൾ പാല് വീണ്ടും കൊടുക്കുമ്പോൾ കരച്ചിൽ നിൽക്കും. ഇവനെന്തൊരു ആഹാരത്തിനോട് പ്രിയമുണ്ട്. അപ്പം നിങ്ങൾ കുംഭകർണനല്ലല്ലോ, ആണോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഇരിക്കുന്നതിൽ കുംഭകർണന്മാരുണ്ട്. ജീവിക്കാൻ വേണ്ടി മാത്രം ആഹാരം കഴിക്കുന്നവരും ആഹാരത്തിന് വേണ്ടി മാത്രം ആഹാരം കഴിക്കുന്നവരൊക്കെ കുംഭകർണൻ. ജീവിക്കാൻ വേണ്ടി മാത്രം ആഹാരം കഴിക്കുന്നവർ ഭഗവത് ഭക്തർ. മനസ്സിലായി? അപ്പം എത്ര നേരം ആഹാരം കഴിക്കണം? രോഗം ഉണ്ടാവാതിരിക്കാൻ എത്ര നേരം ആഹാരം കഴിക്കണം? 1 നേരമേ കഴിക്കാൻ പാടുള്ളൂ. ഇതോ 30 നേരം. എന്തൊക്കെ കിട്ടുന്നുവോ അതൊക്കെ കഴിക്കും. ചുമ്മാതെ പറയാതെ 3 നേരം എന്നല്ല, എന്തൊക്കെ കിട്ടും. ഇപ്പോൾ ഒരു വെജിറ്റബിൾ ബിരിയാണി ഇവിടെ കൊടുത്തു നോക്കി, അപ്പോൾ നമ്മൾ കഴിക്കാൻ പോകും. നമുക്ക് ഇഷ്ടമുള്ളത് എവിടെ കിട്ടി അവിടെ കഴിക്കും. കുംഭകർണൻ എന്തറിയോ? കിട്ടുന്നതൊക്കെ കഴിക്കുന്ന ആളാണ്. എവിടുന്ന് ആഹാരത്തിനോട് ഭ്രമം കൂടുതല. പക്ഷേ നല്ല ഈശ്വരഭക്തിയ രാമന്റെ ഏറ്റവും യഥാർത്ഥ ഭക്തരാണ് കുംഭകർണൻ. അത് മനസ്സിലാക്കണം. കുംഭകർണൻ ധരിക്കെ ചെന്നിട്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ കുംഭകർണന് ഈ രാവണന്റെ കഥ കേട്ടപ്പോൾ ചിരിച്ചങ്ങോട്ട് കുടഞ്ഞു. നീ ആ രാമനെ പറ്റി എന്താ ചിന്തിച്ചിരുന്നു? ചിരിച്ചുകൊണ്ട് ഇടാ നന്മ ചിന്മകൾ തിരിച്ചറിയാൻ വയ്യാത്ത മൂടാ. നോക്കണം, ഇന്ന് വരെ ഈ വാക്ക് കേൾക്കുമെന്ന് ഈ പറയുന്ന ഈ അഹങ്കാരി കേട്ടിട്ടില്ല. എൻ്റെ അനുജൻ എനിക്ക് വേണ്ടി സഹായിക്കുമെന്ന് വിചാരിച്ച് ഇരുന്ന ആള് ഇപ്പൊ രാമന്റെ ഏറ്റവും നല്ല ഭക്തനായി തീർന്ന വാക്കുകളാണ് പറയുന്നത്. ഇടാ നന്മ തിന്മകൾ തിരിച്ചറിയാൻ വയ്യാത്ത മൂടാ, നീ രാമനെ പറ്റി എന്തറിഞ്ഞു? കഴിവില്ലാത്തവനെ. നിനക്ക് സഹായിക്കാൻ നേരത്തെ എത്രയോ പേരുണ്ടായിരുന്നു, ഇപ്പൊ നിന്നെ സഹായിക്കാൻ ഒരു ഈച്ച പോലെ ഉണ്ടോ? ഇതാണ് നിങ്ങളുടെയും എൻ്റെയും അവസ്ഥ. സമ്പത്തുണ്ടാവുമ്പോൾ നിങ്ങളുടെ കൂടെ സമ്പത്ത് അപകരിക്കാനായിട്ട് ആളുകളുണ്ടാവും. അമ്മമാരെ, നിങ്ങൾക്ക് ധനമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങളെ സംരക്ഷിക്കുമോ? തലമുടി ധരിച്ചു കഴിഞ്ഞാൽ വേണ്ടാത്ത 2 വർഗ്ഗങ്ങളാണ് അച്ഛനും അമ്മയും. മക്കൾക്ക് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധനമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മക്കൾ നിങ്ങളെ സ്വീകരിക്കുള്ളൂ എന്ന് ഓർത്തു. ധനമില്ലെങ്കിൽ ആരും സ്നേഹിക്കില്ല. ഇവിടെ അതാണ് കഥ. ഇപ്പോൾ ഈ രാവണന്റെ കഥ നോക്കുമ്പോൾ ഒന്നുമില്ലാത്ത ഒരുത്തനായിട്ട് മാറിയപ്പോൾ അവൻ്റെ കൂടെ അവൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. നല്ല സുന്ദരിയായ ധർമ്മിഷ്ഠയായ ഭാര്യ ഉണ്ടായനൊക്കെയും ആ ഭാര്യ പറയുന്ന വാക്കുകൾ കേൾക്കാൻ രാമൻ്റെ കൈകൊണ്ട് മരിക്കാനുള്ള ആവേശം കൊണ്ട് അത് കേൾക്കാൻ സാധിക്കില്ല. ഉടനെ നിനക്ക് എങ്ങനെ ദുഃഖമില്ലാതിരിക്കുമെന്ന് ചോദിച്ചു. സീതാദേവിക്ക് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞു, ആ സീതാദേവിയെ ദുഃഖിപ്പിക്കാതെ, ആ സീതാദേവിയെ തട്ടിക്കൊണ്ട് പോകാതെ ഞാൻ ചെയ്തത് അപരാധമാണെന്ന് പറഞ്ഞുകൊണ്ട്
ഒരു ക്ഷമാപണം നടത്തിയ, ക്ഷമാപണം എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഒരു മാപ്പ് പറയുക. എന്താ ഈ മാപ്പിൻ്റെ അർത്ഥം? ക്ഷമയെന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് ചെയ്തു, ഈ തെറ്റ് ഞാൻ മേലാൽ ആവർത്തിക്കയില്ല, ഈ തെറ്റ് ഞാൻ മേലാൽ ചെയ്യയില്ല എന്ന് പറയുന്ന ഒരു പ്രതിജ്ഞ എടുക്കുക. അങ്ങനെ ആ പ്രതിജ്ഞ എടുത്തിട്ട് ആ സീതാദേവിയെ രാമന്റെ ആ മുമ്പിൽ അങ്ങോട്ട് കൊണ്ടു നിർത്തിയിട്ട് രാമന്റെ പാദത്തിൽ നമസ്കരിക്കടാ എന്ന് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു, നീ കേട്ടോടാ എന്ന് ചോദിച്ചു. ഇപ്പൊ നിനക്കെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ രാമനോട് യുദ്ധം ചെയ്യണം അല്ലേ? നിന്നോട് നിന്റെ അനുജനായിട്ടുള്ള വിഭീഷണൻ യഥാർത്ഥമായ രാമന്റെ ചരിത്രം നിന്നോട് പറഞ്ഞപ്പോ നീ ആ വിഭീഷണനെ നിന്റെ രാജ്യത്ത് നിന്ന് ഓടിച്ചില്ലേ? ഒരു ധർമാത്മാവിനെ നീ ഓടിക്കാൻ നിനക്ക് അധികാരമുണ്ടോ? സത്യം, ധർമ്മം ഇതൊക്കെ തിരിച്ചറിയാവുന്ന അവനെ എന്തുകൊണ്ട് നീ ഈ രാജ്യത്ത് നിന്ന് ഓടിച്ചു? അവൻ ധർമ്മത്തെ മാത്രം മുൻനിർത്തി ചെയ്യുന്ന പ്രവൃത്തി അവനുണ്ടായതുകൊണ്ടാണ് അവൻ രാമന്റെ പക്ഷത്തിൽ ചേർന്നുകൊണ്ട് നിനക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. അവൻ ധർമ്മിഷ്ഠനാണ്. അധർമ്മം എവിടെയുണ്ടോ ആ അധർമ്മത്തെ അവൻ ഒരിക്കലും ന്യായീകരിക്കില്ല. ഒരു അമ്മയുടെ മക്കളാണെങ്കിലും രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ ആ മക്കൾക്കുണ്ടാവും. ഒരുത്തൻ ധർമ്മനാണെങ്കിൽ ഒരുത്തൻ ധർമ്മമായിട്ട് ചെയ്യുന്നെങ്കിൽ ഒരുത്തൻ അധർമ്മമായി ചെയ്യും. ആ അധർമ്മം ചെയ്യുന്നവരാരായാലും, സ്വന്തം അച്ഛനായാലും അമ്മയായാലും ജ്യേഷ്ഠനായാലും സഹോദരനായാലും, ധർമ്മത്തെ സംരക്ഷിക്കുകയും അധർമ്മത്തെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ധർമ്മമാണ് വിഭീഷണന്റെ. അതാണ് രാമന്റെ അരിക്കൽ പോയിട്ട് ചേരാൻ കാരണം. ഇവിടെ നിങ്ങൾ രണ്ട് കാര്യം ഓർക്കണം. നല്ല സൽപ്രവൃത്തി ചെയ്യുന്ന അനുജൻ ചേട്ടൻ്റെ കുറ്റം പറഞ്ഞ് നടന്ന് ചേട്ടനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കരുത്. അതല്ല, ചേട്ടൻ അഹങ്കാരിയും ആപത്തുകൾ ഉണ്ടാക്കുന്ന, മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്നവനാണെങ്കിൽ ആ ചേട്ടനെ നേരെയാക്കാൻ അനുജൻ ശ്രമിക്കുന്നത് കൊണ്ട് യാതൊരു തെറ്റുമില്ല എന്ന് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് അനുജൻ മറ്റുള്ളവരെ കൊണ്ട് ചേട്ടനെ അടുപ്പിക്കരുത്. പക്ഷേ അങ്ങനെ അടുപ്പിക്കേണ്ട സാഹചര്യം വരുന്നതെന്താ? ചേട്ടൻ്റെ വേണ്ടാത്ത പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് കൂടി ദോഷം ചെയ്യുന്ന സമയത്ത് ആ ചേട്ടനെ നേരെയാക്കാൻ അനുജൻ ശ്രമിക്കുന്നത് കൊണ്ട് തെറ്റുമില്ല. ഇനി ഗുരു പോലും തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ ശരിയാക്കാനുള്ള സ്വാതന്ത്ര്യം ശിഷ്യനും ഉണ്ട്. പറഞ്ഞത് മനസ്സിലായോ? എന്താ പറഞ്ഞു? ഗുരു പറയുന്നതൊക്കെ കേൾക്കണമെന്നില്ല. ഗുരു ചെയ്യുന്ന കർമ്മങ്ങൾ ചിലപ്പോൾ ശിഷ്യന് അത് തെറ്റായി തോന്നിയാൽ ആ തെറ്റ് ഗുരുവിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഗുരുവിൻ്റെ നിർദ്ദേശം കേൾക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് പറയും. അങ്ങനെ ഗുരു പറയുന്നത് ഞാനിപ്പോൾ പറയുന്നത് അതുപോലെ കേൾക്കണമെന്നില്ല. നിങ്ങളുടെ ചിന്താഗതി ഞാൻ പറയുന്നതിൽ വ്യത്യസ്തമാണെങ്കിൽ ആ ചിന്താഗതി എന്നോട് പറഞ്ഞ് ഞാൻ പറയുന്ന ഈ വാക്കിനെ വ്യത്യസ്ത ഭാവത്തിലേക്ക് മാറ്റാം. അപ്പോൾ നീ ഐശ്വര്യമുള്ള സമയത്ത് നിനക്കിതൊന്നും ഓർമ്മയില്ല. ഐശ്വര്യം നഷ്ടപ്പെടുമ്പോഴാണ് നീ ചെയ്ത ഈ അനർത്ഥങ്ങളെ പറ്റി നീ ചിന്തിക്കുന്നത്. നമ്മളൊക്കെ എങ്ങനെയാ, നമ്മൾ വേണ്ടാത്തതിനൊക്കെ പോയി കഴിയുമ്പോൾ അവസാനം ആരോ ഒരു സഹായിക്കാനില്ലാതെ, പൈസ ഇല്ലാതെ അനാഥനായിട്ട് ഇരിക്കുമ്പോഴാണ് നമ്മൾ ചെയ്ത പ്രവൃത്തിയെപ്പറ്റി ആലോചിക്കുന്നത്. അതുകൊണ്ട് രാമായണം ഇത്രയും സമയം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ഈ കൈ കൊണ്ട് ആർക്കെങ്കിലും സഹായം ചെയ്യാതെ, ഈ കൈ കൊണ്ട് ആർക്കും ദുഃഖം ഉണ്ടാക്കാതെ നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആ ആൾക്കാരെയൊക്കെ സഹായിക്കാനും അവർക്കുണ്ടാകുന്ന ദുഃഖത്തിൽ നമ്മളും പങ്കാളികളായി നമ്മളൊരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ജീവിക്കാൻ നമുക്ക് രാമായണം നിർദ്ദേശം തരികയാണ്. ഇപ്പോൾ പറയുക, ആപത്ത് കാലത്ത് ദുഃഖങ്ങൾ ഉണ്ടാവും. ആ ദുഃഖത്തെ ഇല്ലായ്മ ചെയ്യാൻ ഓരോരുത്തരും ഓരോ പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കും. പിന്നീട് ഒരുപാട് ഉപകഥകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു രാവണൻ. എന്തറിയോ, സംഗീതം കേൾക്കുമ്പോൾ ഇത് 24 ഗുരുക്കന്മാർ, ഭാഗവത്തിലുള്ള ഗുരുക്കന്മാരെ പറ്റി ഈ രാമായണത്തിൽ പറയുന്നു. മാനിനെ അമ്പെയ്ത് കൊല്ലണമെങ്കിൽ ആർക്കെങ്കിലും മാനിനെ കൊല്ലണോ? ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു ടേപ്പ് റെക്കോർഡ് മതി, ഒരു ടേപ്പ് റെക്കോർഡ്. ഇതൊക്കെ ഭാഗത്തിലുണ്ട്. മാനിനെ പിടിക്കണമെങ്കിൽ, മാംസം പിടിക്കണമെങ്കിൽ, കഴിക്കണമെങ്കിൽ ഒരു ടേപ്പ് റെക്കോർഡ് ഉണ്ടായി. ടേപ്പ് റെക്കോർഡ് വെക്കുന്ന സ്ഥലത്തേക്ക് ഈ മാൻ ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അപ്പുറത്തിരുന്നു കൊണ്ട് ആ മാനിങ്ങനെ ആ സംഗീതത്തിലേക്ക് ലയിക്കുമ്പോൾ അപ്പുറത്തിരുന്നുകൊണ്ട് അമ്പ് ചെയ്ത് അതിനെ കൊല്ലും. അപ്പോൾ ഈ സംഗീതത്തിനോടുള്ള ഭ്രമം കൊണ്ടാണ് ആ മരണം ഉണ്ടായത്. ഒന്നിനോടും ഭ്രമം വേണ്ട കേട്ടോ, വേണ്ട. കൂടുതൽ ആഹാരം കഴിക്കണമെന്നോ സാമ്പാറിന് കൂടുതൽ ഉപ്പ് വേണമെന്നോ വെള്ളമൊന്നും വേണ്ട. കിട്ടുന്നത് എന്താ സന്തോഷമായി ചെയ്തിരിക്കുക. ഒന്നിനോടും ആഗ്രഹമുണ്ട്. സംഗീതത്തിനോട് കൂടുതൽ ഭ്രമമുണ്ടായി. മത്സ്യം, നമ്മൾ മത്സ്യത്തിന് പിടിക്കാൻ പോയിട്ടുണ്ടോ? മത്സ്യത്തിന് ചൂണ്ടയിട്ട് പിടിക്കാൻ പോയിട്ടുണ്ടോ? ഇല്ല. ഒന്ന് ഇട്ട് നോക്കണം. ഒരു ചൂണ്ടയിൽ തീൻ കൊടുത്തിട്ട് വെള്ളത്തിലിട്ടാൽ അതിൻ്റെ ആഗ്രഹം എന്താ അറിയാം? ഇന്നലേക്കാൾ കൂടുതൽ ഒരു വലിയ സാധനം എനിക്ക് തിന്നാൻ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വായും പിളന്ന്
തിന്നാനുള്ള ആഗ്രഹത്തോടുകൂടി ചെന്ന് പിടിച്ചതോടാ ചൂണ്ടലില്ല. അതിൻ്റെ അർത്ഥം എന്താ പഠിക്കേണ്ടത്? ആഹാരത്തിൻ്റെ കൂടുതൽ കുടുംബം വേണ്ട, കിട്ടുന്നത് കൊണ്ട് സന്തോഷത്തോട് ജീവിക്കുക. ഇനി ഇവിടെ പറയാണ്, ഈ ചില മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ ഒരു ജീവി വരുമല്ലോ, ഒരു പാറ്റ. ഒരു മഴ പെയ്ത് കഴിയുമ്പോഴേ ഈയം പാറ്റ, അത് വിളക്കിൻ്റെ നല്ല ചൂടിങ്ങനെ കിട്ടുമ്പോൾ ഇതെല്ലാം കൂടെ വന്നിട്ട് ആ ചൂടിൽ തട്ടി മരിക്കും. എന്താ ഇതിൻ്റെ അർത്ഥം? ഇത് തീർന്നു. അപ്പോൾ ചൂടിൽ തട്ടി തീർന്നു, അത് അതുപോലെ മരിക്കും. എന്ന് വെച്ചാൽ ഇതെല്ലാം ഓരോരോ മനസ്സിൻ്റെ ആവേശം കൊണ്ട് എല്ലാം നഷ്ടപ്പെടും. ചുരുക്കം പറഞ്ഞാൽ രാവണൻ 3 ലോകത്തിൻ്റെ അധിപനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിടത്തും അങ്ങാർക്ക് അഭയമില്ല. അവസാനം ഗത്യന്തരമില്ലാതെ, ആരൊരു ആശ്രയമില്ലാതെ, അവസാനം നിരാശനായിട്ട് കുംഭകർണൻ പോലും സഹായിക്കാനാവതില്ലാതെ രാമൻ്റെ കൈകൊണ്ട് മരിക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന ഈ രാമൻ്റെയും കഥ അല്പസമയം കൊണ്ട് കേൾക്കാൻ സഹായിച്ചു. ഇവിടെ കൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. നാളെയാണ് ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കുന്ന ദിവസം. ഏതജ്ഞാനം? രാവണനാകുന്ന അജ്ഞാനത്തെ ഇല്ലാതാക്കി ധർമ്മം രക്ഷിക്കുന്ന ദിവസം നാളെയാണ്. നാളെ ആചാര്യന്മാർ പറയും. ഏതായാലും 2 ദിവസം കൊണ്ട് അല്പമെങ്കിലും രാമായണ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒന്നും പറഞ്ഞിട്ടില്ല, 10% പോലും ഞാൻ പറഞ്ഞിട്ടില്ല. എങ്കിലും അല്പമെങ്കിലും രാമാന്നെങ്കിലും പറയാനൊരു സാഹചര്യം, എനിക്കൊരു കഴിവ്, ഒരു ശക്തി അമ്മയുടെ കൃപയാൽ എനിക്ക് ലഭിച്ചു. അതുകൊണ്ട് ഒരു 3-4 വർഷം കൊണ്ട് സ്ഥിരമായിട്ട് ഈ ക്ഷേത്രാങ്കണത്തിൽ വന്നുകൊണ്ട് അമ്മയുടെ കഥകൾ പറയാനും ഈ രാമൻ്റെ കഥ അല്പമെങ്കിലും പറയാനുള്ള ഒരു ചൈതന്യവും ഒരു ശക്തിയും എനിക്ക് തന്ന ആ കാടാമ്പുഴ അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ടും ആ അമ്മയുടെ സേവകരായിട്ടുള്ള ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവരോടും എൻ്റെ ഹൃദയംഗമായ നന്ദിയും, അതോടൊപ്പം തന്നെ ഇതിൽ സഹകരിച്ചവർക്കും സഹകരിക്കാത്തവർക്കും കുറ്റം പറയുന്നവർക്കും കുറ്റം പറയാത്തവർക്കും ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പൻ്റെ ആയുരാരോഗ്യ സൗഖ്യം കൊടുക്കുന്നത് പോലെ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സത്സംഗം ഇവിടെ അവസാനിക്കുന്നു.